students, welcome back to Sociology of Migration and Diaspora Studies. It is an elective course offered by School of Distance Education, University of Calicut for MA Sociology third semester students. Now we are discussing the last module of this course, that is Diaspora and Motherland. In this module, we have three submodules. The first submodule is the concept of home among diaspora communities, homeland, imaginary or real. And the second submodule is Indian diaspora in cyberspace, Indian diaspora and films, Indian diaspora writing. And final submodule is diaspora and identity, gender and diaspora, role of Pravasi organization. ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട സബ്മൊഡ്യൂളാണ് നമ്മൾ ഈ നാലാമത്തെ മൊഡ്യൂളായ ഡയസ്പോറ ആൻഡ് മദർലാൻഡ് എന്നുള്ള മൊഡ്യൂൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. The Clifford says that one of the important features of diasporic experience is a strong attachment to and desire for little return to well-preserved homeland. ക്ലിഫോർഡ് എന്ന സ്കൂൾ വ്യക്തമായി പറയുന്നുണ്ട്, ഡയസ്പോറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തങ്ങളുടെ ഒറിജിൻ നാട്ടിലേക്ക് തിരിച്ചു പോവുക അല്ലെങ്കിൽ തങ്ങളുടെ ഹോംലാൻഡിലേക്ക് മടങ്ങി പോവുക എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഹോംലാൻഡിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഡയസ്പോറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് ക്ലിഫോർഡ് എന്നുള്ള ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ അടിവരയിട്ട് പറയുന്നുണ്ട്. നമ്മൾക്കറിയാം, ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ജനിച്ച് എന്നാൽ മറ്റൊരു നാട്ടിൽ സ്ഥിരതാമസമാക്കുന്ന ആളുകളാണ് ഡയസ്പോറ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം അവർക്ക് തങ്ങളുടെ ജനിച്ച നാടിനോട് വളരെയധികം ആത്മബന്ധവും അവർ സാംസ്കാരികവും മതപരമായ ബന്ധവും അവർ വെച്ച് പുലർത്താൻ ശ്രമിക്കാറുമുണ്ട്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് ഹോം എന്നുള്ളത്, പ്രത്യേകിച്ച് ഹോം ലാൻഡ് എന്നുള്ളത് ഡയസ്പോറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. Home is a mythic place of desire in a diasporic imagination. In this sense, it is a place of no return, even if it is possible to visit the geographical territory that is seen as the place of origin. എന്നാൽ പലപ്പോഴും ഡയസ്പോറയിലെ ഹോം എന്ന് പറയുന്ന ഒരു മിത്താണ്. കാരണം അത് സംഭവിക്കാതിരിക്കുക. അവരുടെ മനസ്സിലൊരു മനോഹരമായ ഒരു സ്വപ്നമാണ് അവരുടെ ഹോം എന്ന് പറയുന്നത്. ഈ ഒരു സെൻസിൽ അവർ യഥാർത്ഥത്തിൽ അവർ നാട്ടിലേക്ക് മടങ്ങി വരണമെന്നില്ല. ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ കരീബിയയിലോ മറ്റോ സ്ഥിരതാമസികമായ ആളുകൾ അവരുടെ മനസ്സിലൊരു സുന്ദരമായ കാഴ്ചപ്പാടുണ്ട് അവരുടെ നാടിനെ കുറിച്ച്, അവരുടെ ഹോമിനെ കുറിച്ച്. അവർക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് അവരുടെ നാട്ടിലെ സംസ്കാരങ്ങളെ കുറിച്ച്, ആഘോഷങ്ങളെ കുറിച്ച്, വിശ്വാസങ്ങളെ കുറിച്ച്, ആചാരങ്ങളെ കുറിച്ച്, അനുഷ്ഠാനങ്ങളെ കുറിച്ച്, ഓരോ ഘടകങ്ങളെ കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു ധാരണയും അവരുടെ മനസ്സിലൊരു മിത്തായി കിടക്കുന്നുണ്ട്. പലപ്പോഴും അവർ നാട്ടിനെ തിരിച്ചു വരണമെന്നില്ല, പക്ഷെ എന്താണ്, നല്ലൊരു സുന്ദരമായ ഓർമ്മയായിട്ട് ഒരു ഹോം എന്നുള്ളത് ഒരു മിത്തായിട്ട് ഡയസ്പോറയുടെ മനസ്സിൽ എന്താണ് ഒരു ഹോം എന്നുള്ള കാഴ്ചപ്പാട് നിലകൊള്ളുന്നു. പലപ്പോഴും അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞെന്ന് വരില്ല, എന്നാൽ പോലും അവരുടെ മനസ്സിൽ സുന്ദരമായ ഹോം എന്നുള്ള കാഴ്ചപ്പാട് നിലനിൽക്കുന്നുണ്ട്. The home is also the lived experience of locality. It is sounds and smells, it's the heat and dust, balmy summer evening, or the excitement of the first snowfall, shivering winter evening, the grey skies in the middle of the day. All this is mediated by the historical specific everyday of social relation. പലപ്പോഴും ഡയസ്പോറയിൽ ഹോം എന്ന് പറയുന്നത് സുന്ദരമായ ഒരു സ്വപ്നമാണ്, സുന്ദരമായ ചില ഓർമ്മകളാണ് ഹോം എന്ന് പറയുന്നത്. അതായത് അവരുടെ കുട്ടിക്കാലത്തുള്ള അവരുടെ നാട്, കൂട്ടുകാർ, ആ നാട്ടിലെ കാലാവസ്ഥ, അവിടുത്തെ പ്രത്യേകതകൾ, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, അവിടുത്തെ ഭക്ഷണം തുടങ്ങിയ ഒരുപാട് നല്ല നല്ല മെമ്മറിയാണിത് ഈ ഡയസ്പോറ എപ്പോഴും അവരുടെ ഹോം ലാൻഡുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്. പലപ്പോഴും ഒരു ഹോം എന്നുള്ള, പലപ്പോഴും ഇവർക്ക് തന്നെ അറിയാം ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചു പോകാൻ കഴിയില്ല, അഥവാ ഇനിയിപ്പോൾ എന്താണ് ഞങ്ങളുടെ ജന്മനാട്ടിൽ തിരിച്ചു പോയാൽ ഞങ്ങൾക്കൊരു വാം വെൽക്കം കിട്ടിക്കോണമെന്നില്ല, പ്രത്യേകിച്ച് അവിടെ ആരും ഉണ്ടായിക്കോണം എന്നില്ല. എങ്കിൽ പോലും ഇവരെന്താണ് ആ ഒരു ഹോം എന്നുള്ള ആ ഒരു മനോഹരമായ സ്വപ്നം ഡയസ്പോറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അവർ ഓൾവേസ് ദേ ആർ തിങ്കിങ് അബൌട്ട് ദെയർ ഹോം ലാൻഡ്, ദേ ആർ ഓൾവേസ് ഡ്രീമിങ് അബൌട്ട് ദെയർ ഹോം ലാൻഡ്. എപ്പോഴും അവർ അവരുടെ ഹോം ലാൻഡിനെ കുറിച്ച് ചിന്തിക്കുന്നു, അവിടുത്തെ കാര്യങ്ങൾ പറയുന്നു, എപ്പോഴും അവരുടെ ഹോം ലാൻഡിനെ കുറിച്ച് അവർ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. Arjun Appadurai studies diaspora as a definite movement of people or ideas through 5 aspects. These 5 aspects elaborate on how they eventually bind to concept of home. The interconnection between the diaspora and home is still prevalent as they are influenced through ethnic, technological, economic, media and ideological dispersion. അർജുൻ അപ്പോൾ അതൊരു വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് ഡയസ്പോറയിൽ ഒരു ഹോം എന്നുള്ള കാഴ്ചപ്പാടുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള വ്യക്തമായിട്ട് അർജുൻ അപ്പോൾ അതൊരു 5 ഫാക്ടേഴ്സിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ത്രൂ എത്നിക്, ടെക്നോളജിക്കൽ, എക്കണോമിക്, മീഡിയ, ഐഡിയോളജിക്കൽ ഡിസ്പെർഷൻ, ഇതിലൂടെയൊക്കെ എങ്ങനെയാണ് ഹോം എന്നുള്ള കാഴ്ചപ്പാടുമായി ഡയസ്പോറ കമ്മ്യൂണിറ്റി അതൊരു ഹോം ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അർജുൻ അപ്പോൾ പഠനം സൂചിപ്പിക്കുന്നുണ്ട്.
മറ്റൊരു അർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഡയസ്പോറയിൽ ഹോം എന്നുള്ള കാഴ്ചപ്പാടിന് വളരെയധികം ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് ഹോം ലാൻഡ് എന്ന ഒരു കാഴ്ചപ്പാടിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കിട്ടുന്നത് പ്രത്യേകിച്ച് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. പലപ്പോഴും ഒരു നാട്ടിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ ഡയസ്പോറ ആണെങ്കിൽ അവരുടെ ആ ഹോം ലാൻഡ് ആണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യ വിശാലമായ സ്റ്റേറ്റ് ആണ്, അതിലിപ്പോൾ കേരളമോ അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളോ പഞ്ചാബോ ഗുജറാത്തോ ആയിരിക്കാം അവരുടെ ഒറിജിൻ പ്ലേസ്. അപ്പൊ അതുമായുള്ള ഓർമ്മകളാണ് അവരെന്താണ് ആ നാടുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് അഭിമാനം കൂടുന്നത് ഹോം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. The Safran's view of the vital importance of homeland in defining one of the essential characteristics of diaspora. സഫ്രാൻ സ്കൂൾ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മൾ ഈ ഡയസ്പോറ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് ഹോംലാൻഡിന് അതിനിർണായകമായ സ്വാധീനമാണുള്ളത്. അക്കോർഡിംഗ് ടു ഹിം, members of a diaspora retain a collective memory of their original homeland. നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ഡയസ്പോറ കമ്മ്യൂണിറ്റിയിലെ ഓരോ ആളുകളും അവരുടെ നാടിനെ, അവർ എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തത് ആ നാടിനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ സൂക്ഷിക്കുന്നു, ഒരുപാട് ഓർമ്മകൾ അവിടുത്തെ അവരുടെ നാടുമായിട്ട്. ഇപ്പൊ എക്സാമ്പിൾ ഇന്ത്യ, ഇപ്പൊ കരീബിയനിലെ ഇന്ത്യൻ ഡയസ്പോറ ഫസ്റ്റ് ജനറേഷൻ ആവും, പ്രത്യേകിച്ച് ഫസ്റ്റ് ജനറേഷൻ അവർ തന്നെ നാടിനെ കുറിച്ച് ആ നാട്ടിലെ സംസ്കാരങ്ങളെ കുറിച്ചും ആചാരങ്ങളെ കുറിച്ചും എന്താണ് അവർ ഒരുപാട് കാര്യം ഓർത്തു വെക്കുന്നുണ്ട്. They idealized that their ancestral home were committed to the restoration of the original homeland and continued in various ways to relate to homeland. While understanding the homeland-diaspora relationship, three main versions of homeland emerged. പ്രത്യേകിച്ച് ഈ ഹോംലാൻഡും ഡയസ്പോറയും തമ്മിലുള്ള ഒരു ഇത് പരിശോധിക്കുകയാണെങ്കിൽ സഫ്രാൻ പറയുന്ന പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഹോംലാൻഡ് വേർഷൻ വരുന്നുണ്ട്. അതിൽ ഒന്നാണ് സോളിഡ് ഹോംലാൻഡ്, മറ്റേ ഡക്റ്റൈൽ ഹോംലാൻഡ്, ലിക്വിഡ് ഹോംലാൻഡ്, liquid homeland. According to Safran, the solid diaspora is the unquestioned need for a homeland. അതായത് സോളിഡ് ഡയസ്പോറ അത് ഹോംലാൻഡ് നിർണായകമായ ഒന്നാണ്. ഇവരുടെ എല്ലാ ഊണിനും മുറക്കിലും അവർ ഹോംലാൻഡ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന ആളുകളാണ്. ഇതാണെന്ത് അവർക്ക് അവിടെ ഒരു ഹോംലാൻഡ് കൺസെപ്റ്റിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാനില്ല. അവർ ശക്തമായിട്ട് എപ്പോഴും അവർ ഹോംലാൻഡിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ ആചാരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, ആ നാടിന്റെ ഓരോ സ്പന്ദനങ്ങളും അവർ അറിയാൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്നു. In general, the idea of homeland is filled with an expressive charge and a sentimental pathos that seems to almost universal. The motherland, fatherland, native land, ancestral land. The search for roots all this similar notion invests homelands with an emotional, almost reverential dimension. Reverential dimension ആണ് ഈ ഒരു കോൺസെപ്റ്റിൽ പ്രത്യേകിച്ച് സഫ്രാൻ പറഞ്ഞ ഈ സോൾ ഡയസ്പോറയിൽ അവരെന്താണ് ഹോമിന് അത്രയും ഇമ്പോർട്ടൻസ് ആണ് അവരെന്താണ് കൊടുക്കുന്നത്. എന്നാൽ ഡക്റ്റൈൽ ഹോംലാൻഡ് is an intermediate and the more complex idea of homeland. When the idea of homeland is created through the cultural bonds and notion of home is characterized by the ductile homes where the revival of native land is relocated with the fresh religious and cultural bonds. എന്നാൽ ഒരു സോൾ ഡയസ്പോറ അത്ര പവർഫുൾ ആയിട്ട് ഹോംലാൻഡിനെ ഡക്റ്റൈൽ ഹോംലാൻഡിൽ എന്താണ് പിക്ചറൈസ് ചെയ്യുന്നില്ല. അവർ പ്രത്യേകിച്ച് ഹോംലാൻഡായിട്ട് കണക്ട് ചെയ്യുന്ന അവരുടെ സാംസ്കാരികവും മതപരമായ കാര്യങ്ങളിലൂടെയാണ് ഈ ഡയസ്പോറയിൽ അവർ ഹോംലാൻഡുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഒരു ഹോംലാൻഡ് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, പ്രത്യേകിച്ച് ഓരോ സാംസ്കാരിക എലിമെന്റ്, ഹോംലാൻഡിലെ പല സാംസ്കാരിക എലിമെന്റ്, അവരുടെ മതം, ഈ 2 ആസ്പെക്റ്റിലൂടെയാണ് ഒരു ഡക്റ്റൈൽ ഹോംലാൻഡ് ഡയസ്പോറയും ഹോംലാൻഡുമായി കണക്ട് ചെയ്യപ്പെടുന്നത്. സോളിഡ് ഡയസ്പോറയിൽ ഹോംലാൻഡ് വളരെ നിർണായകമാണ്. അവർ എപ്പോഴും ഹോംലാൻഡുമായി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഡക്റ്റൈൽ ഡയസ്പോറയിൽ ഹോംലാൻഡ് എന്നത് അവരുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടും, എന്നാൽ സോൾ ഡയസ്പോറ അത്ര പവർഫുൾ ആയിട്ട് തോന്നിക്കുന്നില്ല. മൂന്നാമത്തൊന്നാണ് ലിക്വിഡ് ഹോംലാൻഡ്. ലിക്വിഡ് ഹോംലാൻഡ് is a post-modernist definition of virtual home. This is a world of liquid modernity, says Smug Bowman, where we are witnessing the revenge of nomadism over the principles of territoriality and settlement. ലിക്വിഡ് ഹോംലാൻഡ് എന്ന് പറഞ്ഞ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം പോലുള്ള ഒരു വെർച്വൽ ഹോമാണ്. അതായത് ഒരു പ്രത്യേകിച്ച് അത്രത്തോളം ഹോംലാൻഡിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നല്ല, എന്നാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്യപ്പെട്ട 2 കോൺസെപ്റ്റ് വ്യത്യസ്തമാണ് ഇവിടെ ലിക്വിഡ് ഹോംലാൻഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ടെറിറ്ററിക്ക് ഒരു ഇന്ത്യൻ്റെ ഒരു കോൺടെക്സ്റ്റിൽ, പ്രത്യേകിച്ച് ഒരു പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ ഇവിടെ ടെറിറ്ററിക്ക് പ്രാധാന്യമില്ലാതെ വരികയാണ്. അതിരുകളില്ലാത്ത രാജ്യം, ട്രാൻസ്നാഷണൽ ബോർഡറില്ലാത്ത രാജ്യം, എല്ലാവരും ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയായി, എല്ലാവരും ഒരു ഗ്ലോബൽ വില്ലേജിലെ മെമ്പർമാരായി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പിന്റെ ഈ ഒരു കോൺടെക്സ്റ്റിൽ ഇവിടെ എത്രത്തോളം ഡയസ്പോറയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലിക്വിഡ് ഹോംലാൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു വെർച്വൽ പ്ലാറ്റ്ഫോം, ഒരു വെർച്വൽ ഹോമാണ്. അതായത്
ഒരിക്കലും ഒരു വിസിബിൾ അല്ല എന്ന ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വിർച്വൽ ഹോമാണ് ലിക്വിഡ് ഹോംലാൻഡ് എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 കോൺസെപ്റ്റും വ്യത്യസ്തമായാണ് ഹോംലാൻഡും ഡയസ്പോറയും എന്താണ് കണക്ട് ചെയ്യപ്പെടുന്നത്. The discussion on the topic diaspora and homeland is going on. The concept of diaspora is strongly stated, while a group of critics influenced by postmodernist readings asked to decompose two of the major building blocks previously, delimiting and democratizing the diasporic idea, namely homeland and ethnic religious community. പ്രത്യേകിച്ച് ഒരു അതിർത്തികൾക്ക് പ്രാധാന്യമില്ലാത്ത രാജ്യങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ വന്ന കാലഘട്ടത്തിൽ എത്രത്തോളം ഡയസ്പോറിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നതാണ് പോസ്റ്റ് മോഡേൺ ക്രിട്ടിക്സ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. In the postmodern world, it was further argued that identities have become deterritorialized and affirmed in a flexible and situational way. Accordingly, concepts of diaspora had to be radically recorded in response to this complex. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്നിന്റെ ഒരു അവസ്ഥയിൽ എന്താണ് എല്ലാവരും ആഗോള പൗരന്മാരായി മാറുന്ന അവസ്ഥയിൽ ഒരു പ്രത്യേക ഐഡന്റിറ്റിക്കുള്ള ഇമ്പോർട്ടൻസ് എന്തെന്നുള്ളത് നിർബന്ധമായും ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. The homeland may be image community, the futures prominently in the struggle to survive physically and emotionally in a new and strange location. പലപ്പോഴും ഡയസ്പോറ എന്താണ് ഹോംലാൻഡ് എന്ന് പറയുന്നത് അതൊരു ഒരു സാങ്കല്പിക രൂപമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. പലപ്പോഴും അവർക്കറിയാം എന്താണ് പ്രത്യേകിച്ച് അവർ പുതിയൊരു നാട്ടിൽ എത്തിപ്പെടുമ്പോൾ അവിടുത്തെ സാഹചര്യമായിട്ടുള്ള സ്ട്രഗിളിങ്ങിൽ എപ്പോഴും അവർക്ക് മനസ്സിനൊരു സുഖം കൊടുക്കുന്ന ഒന്നാണെന്ത് അവരുടെ ഹോംലാൻഡ് എന്ന് പറയുന്ന ഒരു ഇമേജറി കമ്മ്യൂണിറ്റി. പലപ്പോഴും ചിലപ്പോൾ തിരിച്ച് അവർ ഹോംലാൻഡിലേക്ക് വരികയാണെങ്കിൽ അവർ ഈ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അവർ ഹോംലാൻഡിനെ കുറിച്ച് ചിന്തിച്ച കാര്യങ്ങളൊക്കെ എന്താണ് നേരെ വിപരീതമോ അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ഒന്നോ ആയി മാറുമായിരുന്നു. അപ്പൊ പലപ്പോഴും എന്താണ് ഒരു ഹോംലാൻഡ് എന്നുള്ള ഒരു സുന്ദരമായ ഒരു ഭാവനയാണ്. ആ ഭാവനയാണ് എന്ത് ഇവരെ ഈ എന്താണ് ഒരു ഹോം കൺട്രിയുമായിട്ട് എപ്പോഴും ഇന്ത്യൻ ഡയസ്പോറയെ ഇന്ത്യയുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹോം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഡയസ്പോറയിൽ ഈ ഹോമുമായുള്ള ചിന്തകളാണ് എന്ത് ഈ ഡയസ്പോറയെ കൂടുതൽ ശക്തി പകരുന്നത്. In this sense, the desire to go back home may be cast in the form of the myth of return, not a real plan of return, but to keep the memory alive. But there are also cases of long-distance nationalism where the diaspora plays a concrete and major role in homeland politics and political causes. More recent scholarly engagements complicate and nuance the concept of homeland without ignoring the significance. ഏറ്റവും നമ്മൾ മുകളിൽ പറഞ്ഞപ്പോൾ തന്നെ എന്താണ് പലപ്പോഴും എന്താണ് നമ്മുടെ ഈ ഒരു ഡയസ്പോറ എന്ന് പറയുന്നത് ഹോംലാൻഡ് എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് ഒരു സുന്ദരമായ ഒരു ഭാവനയാണ്. ഇപ്പൊ പലപ്പോഴും അവർക്ക് എന്താണ് ആ നാട്ടിലേക്ക് തിരിച്ചെത്താൻ അവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ അവർ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എന്താണ് എപ്പോഴും തങ്ങളോട് ജനിച്ച നാടുമായിട്ട് ഇവരെന്താണ് ഒരു ഭയങ്കര സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ റിലേഷൻ എന്താണ് ഇവർ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഹോംലാൻഡ് ഡയസ്പോറയിലെ ഹോംലാൻഡ് ഹോം എന്നുള്ളത് നിർണായകമായ സ്വാധീനം ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇവയാണ് ഡയസ്പോറയെ കൂടുതൽ ശക്തി പകരുന്നത്. അവരുടെ ഹോംലാൻഡിലെ ഓർമ്മകൾ, അവരുടെ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനം തുടങ്ങിയവയെല്ലാം ഇവരെ കൂടുതൽ ഈ ഹോം കൺട്രിയുമായിട്ട് ഇവരെ ബന്ധപ്പെടുത്തുന്നു. Now we are going to discuss on most important and interesting topic in the Indian diaspora in cyberspace, Indian diaspora and films, Indian diaspora writing. Now we are going to discuss Indian diaspora in cyberspace. The emergence of new technology and globalization has created a group of online communities or virtual communities and identities. Digital technologies are replacing the place in its usual sense and digitalizing place into virtual space of diverse practice. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടെക്നോളജി അതിവേഗത്തിലാണ് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജി ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിന് രൂപം കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു കോൺടെസ്റ്റിൽ ഡയസ്പോറ ഏറ്റവും പവർഫുൾ ആയി കാണുന്നത് വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ്, അതിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഡയസ്പോറക്ക് ഒരുമിച്ചിരിക്കുവാനും പരസ്പരം സംവദിക്കുവാനും കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് അത് സൈബർ സ്പേസിൽ എന്ന മാറ്റങ്ങൾ ഇന്ത്യൻ ഡയസ്പോറയെ അത് കൂടുതൽ ശക്തമാക്കി എന്ന് വേണം കരുതുന്നത്. കാരണം ആളുകൾ തമ്മിലുള്ള ആക്സസിബിലിറ്റി എന്താണ് കുറച്ചും കൂടി അധികരിച്ചു. ആളുകൾക്കുള്ള നെറ്റ്വർക്ക് കൂടി. കാരണം വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇന്ത്യൻ ഡയസ്പോറക്ക് ഒരുമിക്കാനുള്ള ഒരു സ്പേസ് സൈബർ സ്പേസ് ഒരുക്കി എന്ന് വേണം കരുതാൻ. ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ത്യൻ ഡയസ്പോറ കൊണ്ടുവന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. There have always been the connecting diaspora all over the world based on the one's religious identity, ethnicity, nationality, religion, etc. നമുക്കറിയാം ലോകത്തിൽ ഇന്ത്യൻ ഡയസ്പോറ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഘടകം അല്ല ഇന്ത്യൻ ഡയസ്പോറ എന്നതാണ്. മറ്റേപ്പോട്ട് റിലീജിയൻ ആയിരിക്കാം, മറ്റേപ്പോട്ട് കാസ്റ്റ് ആയിരിക്കാം. മറ്റേ കാസ്റ്റ് എക്സാമ്പിൾ ബ്രാഹ്മിൻ. ഓക്കെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്രാഹ്മിൻസ് എല്ലാവരും ഒരു ബ്രാഹ്മിൻ എന്ന കാറ്റഗറിയിൽ ഓരോ നിൽക്കുന്നു. അല്ലെങ്കിൽ
ഒരു മതം, അല്ലെങ്കിൽ ഹിന്ദു, അല്ലെങ്കിൽ മുസ്ലിം, അല്ലെങ്കിൽ സിഖ്, ജൂതൻ, സ്വരാഷ്ട്രീയൻ, പാസി തുടങ്ങിയ ഓരോ ഇതുപോലുള്ള ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട് ലോകത്തുള്ള ഇന്ത്യൻ ഡയസ്പൊറ കണക്ട് ചെയ്യപ്പെടുന്നത്. But the coming of information communication technology (ICT) has broadened out the scope of communication intensity and speed of connection. നിങ്ങൾ മുകളിൽ പറഞ്ഞ എത്നിസിറ്റി ഐഡന്റിറ്റിയിലെ ആളുകളെ കണക്ട് ചെയ്യുന്നത് അതിനേക്കാൾ അധികമാണ് ICT, അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഡയസ്പോറയെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ എന്താണ് ICTക്ക് സഹായകമായി എന്ന് വേണം പറയാൻ. കാരണം അതിനു മുമ്പ് ലോകത്തിലെ ഡയസ്പോറ കണക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തായിരുന്നു? ഒന്നുകിൽ എന്റെ സ്വന്തം മതം, അല്ലെങ്കിൽ എന്റെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്റെ പ്രദേശത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിലുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയമുള്ള ആളുകൾ തുടങ്ങിയതാണ്. എന്നാൽ ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്താണ് ഇവയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഗ്ലോബൽ ഇന്ത്യൻ ഡയസ്പോറയ്ക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോം കൊണ്ട് നൽകുകയുണ്ടായി. Through the information communication technology may be viewed as a space and a platform to muted voices to express their ideas. It may also be seen as a space where hegemonic discourses are shared. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി പറയുന്നതാണ് മ്യൂട്ട് ചെയ്യപ്പെട്ട, അതായത് ശബ്ദിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അവരുടെ ഐഡിയകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് ഈ സൈബർ സ്പേസ് മാറി എന്നുള്ളതാണ്. പ്രത്യേക ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ വരവോടുകൂടി ശബ്ദമില്ലാത്ത ആളുകൾക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശബ്ദമില്ലാത്ത ആളുകളുടെ ശബ്ദമായിട്ട്, വോയിസ് ഓഫ് വോയിസ്ലെസ് ആയിട്ട് ഇതിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇന്ത്യൻ ഡയസ്പൊറ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകം ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ത്യൻ ഡയസ്പൊറ ശക്തമാണ്. എന്നാൽ ഇവരെല്ലാം തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ ഒരു മാധ്യമം നമ്മൾക്കില്ലായിരുന്നു. എന്നാൽ സൈബർ സ്പേസ് ജാതി, മതം, രാഷ്ട്രീയം, ലിംഗം ഭേദമന്യേ എല്ലാവർക്കും ഒരുമിക്കാനുള്ള ഒരു സ്പേസ് ആണ് സൈബർ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. Alexei Brikov and overtly says that digital diaspora is a migrant community whose interaction with other community members spread out internationally or electronically mediated via new technologies of communication. പുതിയതായിട്ട് ഈ ഡയസ്പോറ എന്താണ്? ഡിജിറ്റൽ ഡയസ്പോറ എന്ന് പറയുന്നത് അതായത് മൈഗ്രന്റ് കമ്മ്യൂണിറ്റി അവർ മറ്റു കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വഴിയോ വഴിയാണ് എന്താണ് അവർ സംവദിക്കുന്നത്. അവർ വെർച്വൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുന്നു. അവർ എന്താണ് ഒരു ഡയസ്പോറ കമ്മ്യൂണിറ്റി മറ്റൊരു ഡയസ്പോറ കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേ ഡയസ്പോറ കമ്മ്യൂണിറ്റിയുള്ള ആളുകൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലേക്ക് ഒന്നിച്ചിരിക്കുകയും ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ അവർ ഒരുമിച്ച് കൂടുകയും അവരെന്താണ് പരസ്പര ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡയസ്പോറ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ ഡയസ്പോറ എന്ന് പറയുന്നത് ഡയസ്പോറ കമ്മ്യൂണിറ്റി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയിലൂടെ എന്താണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുള്ള മറ്റു ഡയസ്പോറ കമ്മ്യൂണിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ എന്താണ് അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഇന്ററാക്ഷൻ നടത്തുന്നതിനെയാണ് അവർ ആശയവിനിമയം കൈമാറുന്നതിനെയാണ് ഈ ഡയസ്പോറ എന്ന് പറയുന്നത്. ഇവരൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഒരു ഡയസ്പോറ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുകയാണ്. പലപ്പോഴും ഇവർ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അവരുടെ ഹോംലാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അവരുടെ ബന്ധുക്കൾ, മറ്റു നാടുകളിൽ താമസിക്കുന്ന ഇന്ത്യൻ ഡയസ്പോറ എല്ലാവരും എന്താണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഇന്നത്തെ കോണ്ടസ്റ്റിൽ ഈ ഡയസ്പോറ എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ ആണ്, പ്രത്യേകിച്ച് ഇത്രത്തോളം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡെവലപ്പായ ഈ കാലഘട്ടത്തിൽ. Reingold asserts that the virtual world has been appropriate for connecting diaspora at local and global level. This offers a platform to share ideas, debate issues, mobilize opinion, and generate friendship through this virtual platform. റിംഗോൾഡ് എന്നുള്ള സോഷ്യൽ സ്കോളർ വെർച്വൽ വേൾഡിനെ എന്താണ് വെർച്വൽ വേൾഡ്? ഒരു ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഉണ്ടാകുന്ന ഒരു ഓൺലൈൻ വേൾഡിനെയാണ് നമ്മൾ വെർച്വൽ വേൾഡ് എന്ന് പറയുന്നത്. ഇവിടെ ആളുകൾ പരസ്പരം ഫിസിക്കലായിട്ട് അടുത്തില്ലെങ്കിൽ എപ്പോഴും എന്താണ് അവർ ഓൺലൈൻ ആയിട്ട് എന്താണ് അവരെല്ലാവരും വരെ അടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ എന്താണ് ഓൺലൈനിന്റെ സഹായത്തോടു കൂടി ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി എന്താണ് അടുത്ത് ഒരുമിച്ച് കൂടുന്നതാണ് വെർച്വൽ വേൾഡ് എന്ന് പറയുന്നത്. ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഓൺലൈനിൽ ഒരുമിച്ച് കൂടുന്നതാണ് വെർച്വൽ പ്ലാറ്റ്ഫോം. അപ്പൊ ഇങ്ങനെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യൻ ഡയസ്പോറ ഒരുമിച്ച് കൂടുകയും അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം എന്താണ് ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ എന്താണ് അവർ ഷെയർ ചെയ്യുന്നു. പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവർ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അത് മതപരമായിട്ടുള്ള പലപ്പോഴും ഈ ഒരു ഡിജിറ്റൽ ഡയസ്പോറയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം. പലപ്പോഴും ഇന്ത്യൻ ഡയസ്പോറയെ ഇന്ത്യയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിലീജിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു അമ്പലമാണ് ആന്ധ്രാപ്രദേശിലെ ഒരു അമ്പലമാണ് ആന്ധ്രാപ്രദേശിൽ നിരവധി അമ്പലങ്ങളുണ്ട്. അപ്പൊ പലപ്പോഴും ഈ ആന്ധ്രാപ്രദേശിലെ നിരവധി അമ്പലങ്ങളിൽ അമേരിക്കയിലും മറ്റുമുള്ള
തെലുങ്ക് ഡയസ്പോറ അവർ ഓൺലൈനായിട്ടാണ് അവർ പൂജയ്ക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. ഓൺലൈനായിട്ടാണ്. ഇപ്പൊ അവർ ഓൺലൈനായിട്ട് ഫീ അടക്കുകയാണെങ്കിൽ ഇവിടെ പൂജ ചെയ്ത റെസിപ്റ്റ് ഓൺലൈനായി തിരിച്ചു കൊടുക്കും. അത്രത്തോളം എന്താണ് ഡിജിറ്റൽ ഡയസ്പോറ മോർ പവർഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അവർ ഇപ്പൊ ഇന്ത്യയിലെ പല പ്രോഗ്രാമുകളും അവർ ഓൺലൈനായിട്ട് അവർ സംഘടിപ്പിക്കുന്നു. ഇന്ത്യയിലുള്ള പലതും അതിൽ അവർ പങ്കാളികളാകുന്നു. അപ്പൊ അത്രത്തോളമാണ് സ്വന്തം ജന്മനാടുമായിട്ട് ഈ ഡിജിറ്റൽ ഡയസ്പോറ അവരെ കണക്ട് ചെയ്യുന്നത്. It has been documented by the Diminisho Giacomi Arnold that the diaspora often use the Facebook, Twitter, and LinkedIn to build communities in the digital spaces, which support integration in host countries. പല ആളുകളും പ്രത്യേകിച്ച് ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയകൾ ഭയങ്കര ആക്റ്റീവാണ്. കാരണം അതുവഴിയാണ് അവർ ഗ്രൂപ്പ് മൊബിലൈസ് ചെയ്യുന്നത്. പലപ്പോഴും ഇപ്പൊ ഒരു ഇന്ത്യൻ ഡയസ്പോറ അമേരിക്ക പോലുള്ള വലിയൊരു സ്റ്റേറ്റിൽ ഇന്ത്യൻ ഡയസ്പോറ സ്കാറ്റേഡ് ആണ്. അപ്പൊ അവിടെ അവരെ ഒന്നിപ്പിക്കാൻ ഈ സോഷ്യൽ സ്പേസ് സാധിക്കുന്നു. കാരണം അവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ അവർ ഒന്നിക്കുന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത ഒരു നാട്ടിലുള്ള ഇന്ത്യൻ ഡയസ്പോറ മറ്റു നാട്ടിലുള്ള ഇന്ത്യൻ ഡയസ്പോറ ആയിട്ട്, അതായത് ഈ ഒരു ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്നത് അതൊരു ഗ്ലോബൽ വില്ലേജ് ആയി ലോകത്തെ നമുക്കറിയാം. കനേഡിയൻ ഫിലോസഫർ ആയിട്ടുള്ള മാക്ലുഹാൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ കാഴ്ചയാണ് ഗ്ലോബൽ വില്ലേജ്. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ടെക്നോളജി ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്? കാരണം ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ പ്രദേശത്തെ ഒറ്റ വില്ലേജ് ആക്കി മാറ്റുന്നതിന് ഈ ടെക്നോളജിക്ക് നിർണായകമായ സഹായമുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ഗ്ലോബലായിട്ട് ഡിഫറെന്റ് വയസ്സിൽ കിടക്കുന്ന ഇന്ത്യൻ ഡയസ്പോറ ഒറ്റയ്ക്ക് കണക്ട് ചെയ്യുന്നതിന് എന്താണ് ഈ ടെക്നോളജി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഈ സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. There are grassroots organizations in the cyberspace for creating networks among the globally scattered diaspora. And e-diaspora is a migrant collective that organizes itself in the internet. Their practice involve interaction which are improved by digital exchange. ഡിജിറ്റൽ മീഡിയ, പ്രത്യേകിച്ച് ഡിജിറ്റൽ സ്പേസിൽ ലോകത്ത് ചിതറിക്കിടക്കുന്ന ഇന്ത്യൻ ഡയസ്പോറയെ പരസ്പരം കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അവർ ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. അതുവഴി അവർ ആശയവിനിമയം നടത്തുന്നു. അവരുടെ സന്തോഷങ്ങളും സമാധാനങ്ങളും അവരെന്താണ് ഷെയർ ചെയ്യുന്നു. അവരുടെ ആചാരങ്ങൾ പങ്കുവെക്കുന്നു. പ്രത്യേകിച്ച് അവർ ഹോം ലാൻഡിലെ ഓരോ ആചാരം കറക്റ്റ് അറിയാൻ എന്താണ് ഈ മീഡിയ സഹായിക്കുന്നു. അവർ മതപരമായ കാര്യങ്ങൾ എന്താണ് അതിൽ പങ്കാളികളാകുന്നു. അപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, സൈബർ സ്പേസ് ഡയസ്പോറയെ സംബന്ധിച്ച് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു ഡയസ്പോറയെ ലൈവ് ആക്കി നിർത്തുന്നതിന് ഹോം ലാൻഡും ഹോസ്റ്റ് ലാൻഡും ഇടയിൽ ഒരു ലൈവ് ആക്കി നിർത്തുന്ന ഡിജിറ്റൽ സ്പേസ് വളരെ നിർണായകമായ ഡിജിറ്റൽ ഡയസ്പോറ നിർണായകമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. Another most important fact is that there is a various types of e-diaspora among the Indian communities. നമുക്ക് ഒരുപാട് ഇപ്പൊ വാട്സാപ്പിലായാലും ഫേസ്ബുക്കിലും ഒരുപാട് ഈ ഡയസ്പോറ കമ്മ്യൂണിറ്റികളുണ്ട്. There are various chat groups, blogs and websites on topic ranging from religion and religio-political, cookery and cuisine to tourism and India to matrimonial alliances. ഒരുപാട് ഈ ഡയസ്പോറ ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം, മറ്റു സോഷ്യൽ മീഡിയകളിൽ ഇവർ പരസ്പര ആശയങ്ങൾ പങ്കുവെക്കുന്നു, ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നു, പരസ്പര ബന്ധങ്ങൾ പുതുക്കുന്നു, സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് ഈ ഡയസ്പോറ പ്ലാറ്റ്ഫോം നമുക്ക് കാണാൻ കഴിയും. അത് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കറിയാം വാട്സാപ്പിന്റെ ഒരു കോൺടസ്റ്റിലൊക്കെ നമുക്ക് എത്രയോ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് പ്രവാസികളുടെ ഗ്രൂപ്പുണ്ട്, നാട്ടുകാരുടെ ഗ്രൂപ്പുണ്ട്, പിയർ ഗ്രൂപ്പിന്റെ ഈ ഡയസ്പോറയിൽ എന്താണ് ഒരു പിയർ ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പുണ്ട്. മതപരമായ ക്ലാസ്സുകൾക്ക് പങ്കെടുക്കുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ ഒരുപാട് ഈ ഡയസ്പോറ ഗ്രൂപ്പ് നമുക്ക് കാണാൻ കഴിയും. The digital communication from religious and spiritual organization. The existence of the different forms of communication and technology have also given rise to religious transnationalism, including the flow of ideology, religious mass movement, access to information, etc., using various online sites as means of spreading their religious ideas. പ്രത്യേകിച്ച് ഈ സ്പേസ് ഈ ഡയസ്പോറ ഏറ്റവും പോസിബിൾ ആക്കിയത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ മതപരമായിട്ട് നമുക്കറിയാം, മതം ഡയസ്പോറയെ ഹോംലാൻഡുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ ഇന്ത്യയിലുള്ള പല മത പുരോഹിതന്മാരുടെയും ക്ലാസ്സുകളും അവരുടെ മതപരമായിട്ടുള്ള പ്രസംഗങ്ങളുമെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ എന്താണ് ട്രാൻസ്നാഷണൽ ആയിട്ട് രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും അവിടെയെല്ലാം ഇവർക്ക് എന്താണ് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയി പറയുകയാണെങ്കിൽ ദ ആർട്ട് ഓഫ് ലിവിംഗ് ബൈ ശ്രീ രവിശങ്കർ. ഈ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് ഏറ്റവും കൂടുതൽ അതിന് മെമ്പർഷിപ്പ് ഇന്ത്യൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യൻ ഡയസ്പോറിൽ നിന്നാണ്. അത് മാതാ അമൃതാനന്ദമായി, നമുക്ക് കേരളത്തിലെ മാതാ അമൃതാനന്ദമായിക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ആരാധകരുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അതെല്ലാം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്താണ് ഇവരെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇവർക്ക് ഒരുപാട് സഹായം നൽകുന്നുണ്ട്. മറ്റൊന്നാണ് ഡിജിറ്റൽ ഹിന്ദുത്വ. Digital Hindu nationalism gives us a particularly relevant case study to examine the relationship between the politicalization of religion, migration, technology, and transnationalism. It demonstrates the exact sociology of mobile Hindu nationalist elite and offers starting example of how a current offline network is translated online. Example of the group was the Hindu Science Saving Sangh USA,
വിശ്വ ഹിന്ദു പരിഷത്ത് ആൻഡ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. ഒരു ഡിജിറ്റൽ ഹിന്ദുത്വമൊക്കെ അതായത് എന്താണ് ഇപ്പോ ഓഫ്ലൈൻ ആയിട്ട് മാത്രം ഉണ്ടായിരുന്ന ഇപ്പോ ഹിന്ദു സ്വയം സേവക് സംഘ്, RSS പോലുള്ള സംഘടനകൾക്ക് എന്താണ് ഇന്ത്യൻ ഡയസ്പോറക്കകത്ത് പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവരുടെ ഡിജിറ്റൽ സ്പേസിന്റെ സഹായത്തോടു കൂടി അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഒരുമിച്ച് കൂടുന്നു, അവർ ആശയങ്ങൾ പരസ്പരം കൈമാറുന്നു, അവരുടെ ആശങ്കകളും അവരുടെ ആഗ്രഹങ്ങളും അവരെന്താണ് ഷെയർ ചെയ്യുന്നു. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഡിജിറ്റൽ ഔട്ട്റീച്ച് ഡയസ്പോറ. എങ്ങനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിജിറ്റൽ ഡയസ്പോറയിലേക്കുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേഷൻ എന്താണ്? From 1990, Government of India took a proactive stand towards diaspora and cyberspace of diaspora became active. 1990 ഇന്ത്യ ഗവൺമെന്റ് ഡയസ്പോറ വളരെ ആക്റ്റീവായിട്ടാണ് അപ്രോച്ച് ചെയ്തത്. അതിനെ കൂടുതൽ ഒരുപാട് ഡീറ്റെയിൽ പ്രോഗ്രാം നടത്തിയത്. പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എപ്പോഴും ഡയസ്പോറ കമ്മ്യൂണിറ്റിയെ അടുത്ത് നിർത്താൻ ശ്രമിച്ച ഒരു രാജ്യമാണ്. കാരണം അറിയാം, ഇന്ത്യൻ ഡയസ്പോറ ലോകത്ത് മോസ്റ്റ് പവർഫുൾ ഡയസ്പോറയാണ്. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ലാർജസ്റ്റ് ഡയസ്പോറ ഇൻ ദി വേൾഡ് അത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഡയസ്പോറയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിച്ചിട്ടുള്ളത്. കാരണം അത് മതപരമായി കാരണം അത് ഒരു പരിധിക്കപ്പുറത്ത് ഈ ഹോസ്റ്റ് ലാൻഡിനെ ഹോം ലാൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി, ഇവരുടെ ആശയങ്ങൾ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റി, ആരാധനകൾ കണക്ട് ചെയ്യാൻ പറ്റി, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ, വ്യത്യസ്ത ഐഡിയോളജികൾ ഇവയെല്ലാം തന്നെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ ഡയസ്പോറ ഇൻ ഫിലിം. എത്രത്തോളമാണ് ഇന്ത്യൻ ഡയസ്പോറ ഫിലിമിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത്. One of the defining characteristics of the diasporic community is that while the members may have moved away from the homeland, the community still maintain a strong connection with the mother culture and retain the bonds through spatial connectors such as kinship, network, food habit, cloth, language, music, and films. നമുക്കെല്ലാവർക്കും അറിയാം, ഡയസ്പോറ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൽ മറ്റേ പൂർണ്ണമായി പറിച്ചു നടുമ്പോഴും ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് ഒരിക്കലും എന്താണ് അവരുടെ ഹോം ലാൻഡിന്റെ കൾച്ചർ അവർ മുറുകെ പിടിക്കുന്നു, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരെല്ലാം എന്താണ് അവർ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു. സിനിമ പോലുള്ള സോങ്, മ്യൂസിക് പോലുള്ള കാര്യങ്ങൾക്ക് അവരെന്താണ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. The cinema first came to India under British colonialism and slowly consumed the folk tradition. ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിരുന്ന ഫോക്ക് മീഡിയ ആയിരുന്നു, നാടോടി കലാരൂപങ്ങളായിരുന്നു. അതിൽ നിന്നാണ് സിനിമ, ബ്രിട്ടീഷ് കൊളോണിയൽസിലാണ് സിനിമ ഇന്ത്യയിലേക്ക് വരുന്നത്. During the same time, one Indians in the diaspora looked back nostalgically toward India. They looked at the Indian cinema, Bollywood films such as Anarkali, Madhuri, Veer Abhimanyu, Maya Bazar, Mistress of Spices, and Zarina were screened in Suva, the capital of Fiji. From the beginning, the Bollywood cinema had found a special cultural space among the Indian diaspora. നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യൻ ഡയസ്പോറയിൽ ഏറ്റവും ഇന്ത്യൻ സിനിമകളാണ്. പലപ്പോഴും ഇന്ത്യൻ ഡയസ്പോറ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള ഇന്ത്യൻ ഡയസ്പോറ അവർ ഇന്ത്യൻ സിനിമക്ക് പ്രത്യേക റോള് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും അവർ ഇന്ത്യയുമായി കണക്ട് ചെയ്യുന്നത് സിനിമക്ക് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഒരു ഹോസ്റ്റ് ലാൻഡുമായുള്ള പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. Today, Indian youth in India and the Indian diaspora find identity from Bollywood cinema. പലരെന്താണ് ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്തുന്നത് എന്താണ് ഒരു ഇന്ത്യൻ സിനിമയിലൂടെയാണ് ഇന്ത്യൻ ഡയസ്പോറ വിദേശത്ത്. Dasgupta says that the cinema is the temple of modern India, and Mishra says that they are a temple of desire for the Indian diaspora. ദാസ്ഗുപ്ത സ്കോളർ പറയുന്നതാണ് മോഡേൺ ഇന്ത്യയുടെ ക്ഷേത്രമാണ് സിനിമ എങ്കിൽ മിശ്ര പറയുന്നത് എന്താണ് ഇന്ത്യൻ ഡയസ്പോറയുടെ ആഗ്രഹങ്ങളുടെ ക്ഷേത്രമാണ് സിനിമ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ഒരുപാട് ഇന്ത്യൻ ഡയസ്പോറയ്ക്ക് അവർക്ക് അവരുടെ ഹോം ലാൻഡുമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളും ഇല്ലാണ്ട് അവരുടെ സ്വപ്നങ്ങളുടെ ഒരു അമ്പലമാണ് സിനിമ എന്നാണ് മിശ്ര എന്നുള്ള ഒരു സോഷ്യൽ സയന്റിസ്റ്റ് പറയുന്നത്. The many films, both the mainstream and others, deal with issues diaspora and contrasting identities. പല സിനിമകളും എന്താണ് ഒരു ഇന്ത്യൻ ഡയസ്പോറ അവരുടെ വേവലാതികൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ പ്രതിസന്ധികൾ, അവരുടെ സന്തോഷങ്ങളെല്ലാം ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. The most recent one film is the Indian consciousness is the English Winglish. 2012 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് മൂവിയിലെ ഏറ്റവും വലിയ ഡയസ്പോറ മൂവിയുടെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. This film addresses the woman's sexuality, their journey towards adjusting to an alien culture, their experience of an expatriate motherhood through a romantic lens. അതൊരു സ്ത്രീ അനുഭവിക്കുന്ന അവരുടെ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പാട്രിയൽ സൊസൈറ്റിയിലെ സ്ത്രീ അവസ്ഥയെ പറ്റി, അവരുടെ ഒരു വ്യത്യസ്തമായ കൾച്ചറിൽ ഒറ്റപ്പെടുന്ന സ്ത്രീ തുടങ്ങിയ ഒരു കഥയാണ് ഒരു ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന സിനിമ ചൂണ്ടിക്കാണിക്കുന്നത്.
ഇത് ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു ഇന്ത്യൻ ഡയസ്പോറ മൂവി ആയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയാണ് ബെൻഡ് ഇറ്റ് ലൈക്ക് ബക്കാൻ. ഗുരീന്ദർ ചന്ദയുടെ 2002 പുറത്തിറങ്ങിയ സിനിമയാണ്. ഇത് ഒരു ഇന്ത്യൻ ഡയസ്പോറയിൽ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ബെൻഡ് ലൈക്ക് ബക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെ മികച്ച ഫുട്ബോൾ പ്ലെയറാണ് ബക്കാം. അപ്പൊ എന്താണ് ഈ സിനിമ പറയുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ് എക്സ്പ്ലോസ് ദ ഡിസ്പാരിറ്റീസ് ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻ കൾച്ചേഴ്സ് ത്രൂ ദ വുമൻസ് പെർസ്പെക്റ്റീവ്. പ്രധാനമായിട്ടും ഒരു ഇന്ത്യൻ കോണ്ടസ്റ്റിലുള്ള ഒരു സ്ത്രീക്ക് ഫുട്ബോൾ കളിക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ആഗ്രഹമാണെന്നാണ് ഈ സിനിമയിലൂടെ പ്രതിപാദിക്കുന്നത്. പലപ്പോഴും എന്താണ് ഈ ഫുട്ബോൾ എന്നത് ഒരു പാട്രിയാർക്കൽ ഗെയിമായി മാത്രം കാണുകയും പലപ്പോഴും സ്ത്രീകളെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതിലൊരു ബ്രിട്ടനിലുള്ള ഒരു ഇന്ത്യൻ ഡയസ്പോറയിലെ ഒരു സ്ത്രീയുടെ ഒരു മനോവിഷമമാണ് ഈ സിനിമ പ്രധാനമായിട്ടും പറയുന്നത്. പ്രത്യേകിച്ച് ഈ ബെൻഡ് ഇറ്റ് ലൈക്ക് ബക്കാം എന്നുള്ളത് ഒരു ഇന്ത്യൻ ഡയസ്പോറ കോണ്ടക്സ്റ്റിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. ഇതിന്റെ ഡയറക്ടർ ഗുരീന്ദർ ചന്ദയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ ഡയസ്പോറ സിനിമയാണ് മൈ ബ്യൂട്ടിഫുൾ ലോണ്ട്രൈറ്റ്, റിട്ടൺ ബൈ ഹാനിഫ് ഖുറൈഷി. Is a film deal with the Anglo-Asian life in London. The main theme of the movie is British politics and homosexuality, which throw light on gender relations and how they shift from Pakistan to London. അതായത് ഹനീഫ് ഖുറേഷിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഇന്ത്യൻ ഡയസ്പോറ മൂവിയാണ് ബ്യൂട്ടിഫുൾ ലോണ്ട്രൈറ്റ്. ഈ സിനിമ വ്യക്തമായിട്ട് പറയുന്ന ഒരു ആംഗ്ലോ ഏഷ്യൻ ലൈഫ് ഇൻ ലണ്ടൻ ആണ്. അതായത് പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ അപ്പുറത്തേക്ക് ഏഷ്യക്കാരുടെ ഒരു ലണ്ടനിലുള്ള ജീവിതത്തെ കുറിച്ച്, അന്ന് പിന്നെ പ്രധാനമായിട്ടും മറ്റ് സംസ്കാരങ്ങളെ കുറിച്ചും ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചും ജെൻഡർ റിലേഷനെ കുറിച്ചും എല്ലാമാണ്. ഇതൊരു പ്രത്യേകിച്ച് ഒരു പാകിസ്ഥാൻ ലണ്ടൻ എന്താണ് ആ ഒരു സിറ്റുവേഷൻ, അതായത് ഏഷ്യൻ ഡയസ്പോറ എങ്ങനെയാണ് മറ്റൊരു നാട്ടിൽ എന്നുള്ള അതിനെ പറ്റിയാണ്. അത് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് മൈ ബ്യൂട്ടിഫുൾ ലോണ്ട്രി എന്ന് പറയുന്നത്. മറ്റൊരു സിനിമയാണ് ബ്രൈഡ് ആൻഡ് പ്രെജുഡീസ്. ഇസ് അനദർ മൂവി ദാറ്റ് നറേറ്റ്സ് ദി സ്റ്റോറി ഓഫ് ഇന്ത്യൻ വുമൺ ആൻഡ് ഹർ ഡിസൈഡ് ടു ഗെറ്റ് മാരീഡ് ആൻഡ് ഗെറ്റ് സെറ്റിൽഡ്. Which ironically a Victorian idea. This movie does not give a picture of internal turmoil of a woman who has the other dreams. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ സ്വപ്നത്തെ കുറിച്ചും അവരുടെ വിവാഹത്തെ കുറിച്ചും അവർ അറ്റ് ദ സെയിം ടൈം അവരുടെ മറ്റു ആഗ്രഹങ്ങളെ കുറിച്ചൊക്കെയാണെന്നാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. ഇതും ഈ ബ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്നുള്ള രണ്ട് കൾച്ചർ, ഇങ്ങനെ ഓരോ കൾച്ചറൽ കോൺട്രാഡിക്ഷൻ ഈ സിനിമ വരുന്നുണ്ട്. വ്യത്യസ്ത കൾച്ചറുകളുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ഈ സിനിമ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിലാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ ഡയസ്പോറ സിനിമകൾ. ഇനി ഒരു കേരള കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുകയാണെങ്കിൽ ദ ഫസ്റ്റ് മൂവി ഇൻ മലയാളം ഓൺ ഡയസ്പോറ വാസ് ഏഴാം കടൽ നഗരെ ഇൻ ദ ഇയർ 1970. 1970 പുറത്തിറങ്ങിയ ഏഴാം കടൽ നഗരെ എന്നതാണ് ഫസ്റ്റ് ഒരു ഡയസ്പോറ മൂവി ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത്. പിന്നെ 1989 മോഹൻലാലിന്റെ സിനിമ വന്നിട്ടുണ്ട്, വരവേൽപ്പ്. അതൊരു റിട്ടേൺ മൈഗ്രന്റിന്റെ യഥാർത്ഥ അവസ്ഥ ചിത്രീകരിക്കുന്ന സിനിമയായിരുന്നു. കാരണം എങ്ങനെയാണ് ഒരു ഗൾഫ് മൈഗ്രന്റിനെ പ്രത്യേകിച്ച് ഒരു പ്രവാസിയെ ആ വീട്ടുകാർ അദ്ദേഹം പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് വീട്ടുകാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്, അദ്ദേഹം ക്യാൻസലായിട്ട് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ സ്വീകരണം എങ്ങനെയാണ്, അദ്ദേഹം നാട്ടിലൊരു ബിസിനസ് തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ എങ്ങനെയാണ് നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മറ്റുള്ള ആളുകളുടെ തൊഴിലാളികളുടെ സമീപനം തുടങ്ങിയ വളരെ വ്യക്തമായിട്ട് പ്രവാസിയുടെ ഒരു കേരളത്തിലെ അവസ്ഥ വരച്ച് കാണിച്ച സിനിമയായിരുന്നു മോഹൻലാൽ അഭിനയിച്ച 1989 ഇറങ്ങിയ വരവേൽപ്പ് എന്ന സിനിമ. ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താണ് ഒരു അൺഎംപ്ലോയ്മെന്റ് മറ്റു പ്രയാസങ്ങൾ കാരണം ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ കുടിയേറിപ്പോയി അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ സമ്പത്ത് നാട്ടിലേക്ക് അയക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ സമ്പത്ത് അവരുടെ വീട്ടുകാർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതം തിരിച്ചു വരുന്ന ആ പ്രവാസി ആ നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം നേരിടുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പ്രയാസങ്ങൾ തുടങ്ങിയ വ്യക്തമായിട്ട് ഈ വരവേൽപ്പ് ചിത്രം ചിത്രീകരിക്കുന്നുണ്ട്. പലപ്പോഴും അതുകൊണ്ടാണ് ഇന്ത്യൻ ഡയസ്പോറയിൽ സിനിമക്കുള്ള പങ്ക് വളരെ വലുതാണ്. പലപ്പോഴും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പവർഫുൾ മാസ് മീഡിയ എന്ന നിലയ്ക്ക് സിനിമക്ക് ഡയസ്പോറയിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനമാണുള്ളത്. മറ്റു മലയാള സിനിമകളാണ് പത്തേമാരി ആൻഡ് കദ്ദാമ ആർ ദ ഫിലിംസ് ദാറ്റ് ഫുള്ളി ബേസ്ഡ് ഓൺ ദ മൈഗ്രന്റ് ആൻഡ് ദെയർ ലൈഫ്. പ്രത്യേകിച്ച് ഒരു മൈഗ്രൻസിന്റെ ലൈഫിൽ ചിത്രീകരിക്കുന്ന മറ്റു സിനിമകളാണ് പത്തേമാരിയും കദ്ദാമയും. മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ് പത്തേമാരി. വ്യക്തമായിട്ട് ഒരു കോണ്ടെക്സ്റ്റ് കാണിക്കുന്നുണ്ട്. അത് 2-3 ജനറേഷൻ പ്രവാസികളെ പറ്റിയാണ് ആ സിനിമ കാണിക്കുന്നത്. കാരണം വീട്ടിലെ ദാരിദ്ര്യം, പട്ടിണി കാരണം അത് കപ്പൽ വഴി ഗൾഫിലേക്ക് പോകുന്നു. പിന്നെ അവിടെ വർഷങ്ങളായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന മോഹങ്ങൾ സൂക്ഷിക്കുമ്പോഴും ഗൾഫ് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴെന്നാണ് പറ്റുന്നത്. ലാസ്റ്റ് പ്രവാസി ആയിരിക്കുമ്പോൾ തന്നെ എന്താണ് മരണപ്പെടുന്ന ഒരു അവസ്ഥയാണ് പത്തേമാരിൽ കാണുന്നത്. ഗദ്ദാമ സിനിമ ഇവിടുന്ന് അൺസ്കില്ലഡായിട്ട് ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ ജീവിതാവസ്ഥയാണ് ഗദ്ദാമ എന്ന സിനിമ ചിത്രീകരിക്കുന്നത്. എങ്ങനെയാണ്
പിന്നെ അൺസ്കിൽഡ് ആയിട്ട് പോകുന്ന ആളുകൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് എന്നുള്ള ലെവലിലാണ് കദ്ദാമ എന്ന ചിത്രം നമ്മൾ മുന്നിൽ വരച്ച് കാണിക്കുന്നത്. ഈ ഗദ്ദാമ എന്ന ചിത്രം മലയാളത്തിലെ പ്രിയ നടി കാവ്യ മാധവനാണ് അവർ അഭിനയിക്കുന്നത്. ആ ഒരു കാവ്യ മാധവൻ അഭിനയിക്കുന്നത് കദ്ദാമ എന്ന് പറഞ്ഞ അറബി വാക്കിനർത്ഥം ഹൗസ് മെയ്ഡ് എന്നാണ്. അപ്പൊ ഹൗസ് മെയ്ഡ് അവിടെ വിദേശത്തെത്തുകയും അവരുടെ ഡോക്യുമെന്റ് നഷ്ടപ്പെടുകയും അവർ നേരിടുന്ന ശാരീരിക സാമൂഹിക അവിടുത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇതെല്ലാമാണ് എന്ത് കദ്ദാമ എന്ന സിനിമ വരച്ച് കാണിക്കുന്നത്. ഈ പറയുന്ന പത്തേമാരി, കദ്ദാമ, വരവേൽപ്പ് തുടങ്ങിയ സിനിമയൊക്കെ മലയാളക്കരയിൽ ഒരുപാട് നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അളിയനൊരു ഫ്രീ വിസ തുടങ്ങിയ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ, പ്രത്യേകിച്ച് സോഷ്യോളജി കോൺടെക്സ്റ്റ് നമ്മൾ സംസാരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മലബാർ ബേസ് ആയിട്ടുകൊണ്ട് ഒരു പ്രവാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ഇറക്കിയിട്ടുണ്ട്. കാരണം ഈ ഷോർട്ട് ഫിലിം ഇറക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു മിഥ്യാധാരണയുണ്ട്. ഒരു ഗൾഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവാസം എന്ന് പറയുന്നത്, മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും രസമുള്ള ഒരു പരിപാടിയാണ്. കാരണം ഇതുവഴി ഒരുപാട് സമ്പത്ത് കിട്ടും, ഒരുപാട് കാശ് കിട്ടും. ഗൾഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പണം ഉണ്ടാകുന്ന മരമുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ട്. അപ്പൊ ഈ ഒരു ഇതുപോലുള്ള സിനിമകൾ, ഇതുപോലെ ഡോക്യുമെന്ററികൾ എന്നാണ് ഇതുപോലുള്ള കാഴ്ചപ്പാടുകൾ മാറ്റാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു സോഷ്യോളജിക്കൽ കോൺടെക്സ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഈ സിനിമ എന്നുള്ള ഒരു മാധ്യമത്തിന് ഡയസ്പോറയിൽ നിർണായകമായ പങ്കാണ് ഉള്ളത്. There are many other movies like Take Off, Arabic Kada, Diamond Necklace, ABCD, English, Life of Josity, ജേക്കബിന്റെ സ്വർഗരാജ്യം, which is with the diaspora communities. ഒരു ഇന്ത്യൻ ഡയസ്പോറ മിഡിൽ ഈസ്റ്റിലും അത് യൂറോപ്പിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ ഡയസ്പോറ ബന്ധപ്പെട്ട് ഒരുപാട് മലയാള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഓരോ മലയാള സിനിമകൾ ഓരോ തീരുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ സിനിമകൾക്കെല്ലാം പ്രത്യേകിച്ച് ഒരു ഹോംലാൻഡ് ഹോസ്റ്റ്ലാൻഡ് കണക്ഷൻ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും എന്താ റിയാലിറ്റി എന്ന് ജനങ്ങളിലേക്ക് എത്തുവാനും പലപ്പോഴും ഇന്ത്യൻ ഡയസ്പോറ അവരുടെ ഹോംലാൻഡിനെ അവർ ഉറ്റുനോക്കുന്നത് അവർ സിനിമകളിലൂടെയാണ് എന്ന് വേണം പറയാൻ. The more true to depict the young woman's identity crisis in foreign land is the film The Persepolis, written and directed by Marjana Satrapi. This movie nominated for the Academy Award for Best Animated Feature in 2007. അത് വിദേശ രാജ്യത്ത് ഒറ്റപ്പെടുന്ന ഒരു സ്ത്രീയുടെ കഥയെ പറ്റി പറഞ്ഞ പേഴ്സിപ്പോളിസ് എന്ന സിനിമ, 2006 സിനിമ എന്താണ് ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചത്. പ്രത്യേകിച്ച് ഡയസ്പോറ കോണ്ടെക്സ്റ്റിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ച സിനിമയാണ് ഈ സിനിമ. 2007 അക്കാദമി അവാർഡ് ഫോർ ബെസ്റ്റ് അനിമേറ്റഡ് ഫീച്ചർ എന്ന ലെവലിൽ പരിഗണിക്കുകയുണ്ടായി. അപ്പൊ ചുരുക്കി പറയുകയാണെന്താണ്, സിനിമ എന്ന് പറയുന്ന ഡയസ്പോറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും ഹോംലാൻഡും ഹോസ്റ്റ്ലാൻഡിനും പലപ്പോഴും ഇന്ത്യൻ ഡയസ്പോറ അവരുടെ ഹോംലാൻഡിനെ നോക്കിക്കാണുന്ന സിനിമകളിലൂടെയാണ്. സിനിമ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ടൂളാണ്. അതായത് കനേഡിയൻ ഫിലോസഫറായ മെഗ്ലുഹാൻ പറയുന്നത് പോലെ എന്താണ്, പലപ്പോഴും ഇതുപോലെയുള്ള മീഡിയകൾ എന്താണ് ഒരു ഗ്ലോബൽ വില്ലേജ് ക്രിയേറ്റ് ചെയ്തു. ടെക്നോളജി മീഡിയകളെല്ലാം എന്താണ് ഒരു ഗ്ലോബൽ വില്ലേജ് കണക്ട് ചെയ്യപ്പെടുകയും ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. സിനിമ എന്താണ് ഡയസ്പോറയിൽ മോസ്റ്റ് പവർഫുൾ ആയ വെപ്പണാണ്. ഇനി ഡയസ്പോറയിൽ മോസ്റ്റ് പവർഫുൾ മറ്റൊരു ഡയസ്പോറ റൈറ്റിംഗ്. While considering the Indian diaspora, the first generation diaspora were illiterate and were working class or farming community. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇന്ത്യൻ ഡയസ്പോറയിലെ ആദ്യകാല കുടിയേറ്റക്കാർ എന്ന് പറയുന്നതാണ് അവർ നിരക്ഷരായെന്നും അവർക്ക് എഴുത്തും വാങ്ങി അറിയാത്തവരായിരുന്നു. എന്നാൽ അവർ കുടിയേറുമെന്നാണ് ഇവിടുത്തെ മഹത്തായ ഒരു സംസ്കാരം അവർ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവർ എന്താണ് ഈ നാട്ടിൽ നിന്ന് പോയത്. The old legends, the myths and folk narratives they carried out to the new land were primarily oral nature. അതുവരെ അവർ കേട്ട നാടോടി കഥകളും നാടോടി കവിതകളും എന്താണ് ഇവിടുത്തെ പാരമ്പര്യ കഥകളും എല്ലാം ഒരു നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് എഴുത്തും വാങ്ങി അറിയാത്ത അവരെന്താണ് മറ്റൊരു നാട്ടിൽ പോയി സെറ്റിൽ ആയത്. The communication sent to the families by the diaspora person are the seeds of literature. Similarly, the songs and poems they composed and sang, the stories they narrated of their various experiences, they exaggerated and underplayed facts. This was literature in the new form. കാലക്രമേണ എഴുത്തും വാങ്ങി അറിയാത്ത ആളുകൾക്കിടയിൽ നിന്നാണ് പിന്നീട് അവരുടെ മക്കളായി അവർ വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി. അവരുടെ അനുഭവങ്ങൾ എന്താണ് അവരുടെ പൂർവികന്മാരുടെ അവരുടെ ഹോംലാൻഡ് അനുഭവങ്ങൾ, അവരുടെ ഹോസ്റ്റൽ അനുഭവങ്ങൾ എല്ലാം എന്താണ് അവരുടെ കൃതിയായി അവർ എഴുത്തു രൂപത്തിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ലിറ്ററേച്ചർ എന്ന പേരിൽ, പ്രത്യേകിച്ച് ഡയസ്പോറിക് ലിറ്ററേച്ചർ എന്ന പേരിൽ ലോകം അറിയപ്പെട്ടത്. This was the beginning of the Indian diaspora writing in its infancy. This was also in East Africa, Trinidad, Fiji, Guyana, Jamaica, Malaysia, and Sri Lanka, and in all countries. ഘട്ടം ഘട്ടമായിട്ട് ഡയസ്പോറ റൈറ്റിംഗ് എന്നുള്ളത് പല രാജ്യങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചായിട്ട് അവരവരുടെ അനുഭവങ്ങൾ, അവരുടെ പൂർവികരുടെ അനുഭവങ്ങൾ, എന്താണ് പൂർവികരുടെ ഹോംലാൻഡിലെ അനുഭവങ്ങളും അവരുടെ ഹോസ്റ്റൽ അനുഭവങ്ങളും കൂട്ടിച്ചേർത്തുന്നതാണ് ഡയസ്പോറിക് കൃതികൾ പുറത്തു വരാൻ തുടങ്ങി.
Later, this tradition of literature influenced the diaspora community. Since the later diaspora were literate and highly educated, they wrote rather than narrating only. നമുക്കറിയാം ആദ്യകാലം ഇവിടുന്ന് പോയ ആളുകൾ ഈ നാടിനെ കുറിച്ചും ഇവരുടെ സംസ്കാരങ്ങളെ കുറിച്ചും അവർക്ക് എന്താണ് ഒരുപാട് അറിവുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. അവരുടെ വാമൊഴിയിലൂടെ അവരുടെ പിൻതലമുറക്കാർ അവർ ഒരുപാട് വിദ്യാഭ്യാസം നേടിയ ആളുകളായിരുന്നു. അപ്പോൾ തങ്ങളുടെ പൂർവികർ അല്ലെങ്കിൽ തങ്ങളുടെ അച്ഛൻ അപ്പൂപ്പന്മാർ പറയുന്ന കാര്യങ്ങൾ അവർ വ്യക്തമായി എഴുതി വെക്കുകയും അത് മഹത്തായ ഒരു കൃതിയിലേക്ക് വഴിവെക്കുകയും ചെയ്തു. Soon some of the team became household names: Salma Rushdie, V.S. Naipaul, Rohindra Misri, M.G. Vasanji, Bharat Mukherjee, Farida Karodia, Anila Desai, K.S. Maniam. ഇവരെല്ലാം പ്രധാനപ്പെട്ട ഇന്ത്യൻ ഡയസ്പോറ റൈറ്റേഴ്സ് ആണ്. കാരണം ഇവരുടെ കൃതികളിലെ ഇന്ത്യൻ ഡയസ്പോറ മോസ്റ്റ് പവർഫുൾ ആയിട്ട് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും വിറ്റഴിഞ്ഞു പോകുന്ന കൃതികളാണ് ഇവരുടെ വാക്കുകളെല്ലാം. ഇനി നമ്മൾ പ്രത്യേക ഏരിയകളിൽ നിന്നുള്ള ഡയസ്പോറ റൈറ്റിംഗ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. The writing in Bengali from the Indian diaspora. Bengal ഭാഗത്തുള്ള Indian diaspora writing നോക്കാം നമുക്ക്. From the early 18th century onwards, the privileged Bengali men have been traveling abroad. The Bengali Renaissance prompted a lot of elite Bengalis to undertake further journey across the ocean. നമുക്കെല്ലാവർക്കും ഇന്നൊരു ഇന്ത്യൻ നവാദത്തിന്റെ ഈറ്റില്ലമായിട്ട് അറിയപ്പെടുന്ന ഇന്ത്യ റൊണൈസൻസിന്റെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബംഗാളിലെ എലൈറ്റ് ക്ലാസ്സിൽ നിന്നാണ് അന്ധകാലത്ത് 17-18 നൂറ്റാണ്ടുകളിൽ അത് എന്താണ് യൂറോപ്പിലേക്ക് പോവുകയും വിദ്യ നേടുകയും ചെയ്ത ആളുകളായിരുന്നു. രാജാറാം മോഹൻ റോയ്, അദ്ദേഹം ഇന്ത്യൻ റൊണൈസൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്, ദോരകാന്ത് ടാഗോർ, ദേവേന്ദ്രനാഥ് ടാഗോർ, മൈക്കൽ മധുസൂദനൻ ദത്ത്, സയ്യിദ് അമീർ അലി, സത്യേന്ദ്രനാഥ് ടാഗോർ, സത്യേന്ദ്ര പ്രസന്നാഥ് സിൻഹ, Rabindranath Tagore and many of his contemporaries were sent by their families to England to study law, medicine, or in order to prepare for take a civil service exam. They wrote of their experience abroad and documented their lives as a probashi, one who lives away from home. മുഗൾ പരാമർശിക്കപ്പെട്ട രാജാറാം മോഹൻ റോയെ പോയി രവീന്ദ്രനാഥ് ടാഗോറിനെ പോലുള്ള സത്യേന്ദ്രനാഥ് ടാഗോറിനെ പോലുള്ള മികച്ച ആളുകൾ എന്താണ് അവരെന്താണ് ലണ്ടനിൽ പോവുകയും അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുകയും അതെന്താണ് അവർ കുറിപ്പായി എഴുതി വെക്കുകയും ചെയ്തു. അതായത് ഒരു പ്രൊബോഷൻ എന്ന് പറഞ്ഞാൽ വൺ ഹു ലീവ്സ് അവേ ഫ്രം ഹോം, അതായത് സ്വന്തം നാട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരാളുടെ കുറിപ്പ് എന്ന നിലയിൽ എന്താണ് ഇവർ അവിടെ പോയിട്ട് അവിടുത്തെ എക്സ്പീരിയൻസുകൾ എഴുതി വെക്കുന്നുണ്ടായി. These writings can be considered as the first diasporic accounts in Bengali language. ഇങ്ങനെ ലണ്ടനിൽ പോയിട്ട് അവിടുത്തെ അനുഭവങ്ങൾ എഴുതി വെച്ച ഈ ഡോക്യുമെന്റുകളാണ് ഫസ്റ്റ് ബംഗാളി ഡയസ്പോറ ലിറ്ററേച്ചർ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത്. Rabindranath Tagore's Europe Prabhashir Patra, Letters from Europe, the first published in the magazine Bharati as a letters and then 1881 as a book. അതായത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് യൂറോപ്പിൽ പഠിക്കാൻ പോയ റബീന്ദ്രനാഥ് ടാഗോറിന്റെ ലെറ്റേഴ്സ് ഫ്രം യൂറോപ്പ് എന്നുള്ള ലേഖനങ്ങൾ ആദ്യം ലേഖനമായിട്ടും പിന്നീട് പുസ്തകമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. പലപ്പോഴും ഈ ഒരു ഗ്രന്ഥത്തെ ഏറ്റവും മികച്ച ഒരു ഡയസ്പോറ ഗ്രന്ഥമായിട്ട് പലപ്പോഴും കണക്കാക്കാറുണ്ട്. നമുക്കറിയാം റബീന്ദ്രനാഥ് ടാഗോർ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സാഹിത്യകാരനാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ ആദ്യമായിട്ട് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം 1913 തന്റെ കൃതിയായ ഗീതാഞ്ജലിക്ക് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു സാഹിത്യകാരനാണ്. മാത്രമല്ല നമ്മുടെ ദേശീയ ഗാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ആര്, റബീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നവർ. അവരുടെ ഈ ലെറ്റേഴ്സ് ഫ്രം യൂറോപ്പ് എന്നുള്ളൊരു മികച്ച ഒരു ബംഗാളി ഡയസ്പോറ കൃതിയായിട്ട് പരിഗണിക്കുന്നുണ്ട്. The first diasporic Bengali text written by a woman was a travel book first published in 1885 written by Krishna Babani Das. ദേവനാഥ് ടാഗോറിന്റെ ഭാര്യയായ കൃഷ്ണ ബാബൻ ദാസിന്റെ മഹിള എ ബംഗാളി ലേഡി ഇൻ ഇംഗ്ലണ്ട് എന്നുള്ള അത് ഇംഗ്ലോഡ് ബംഗാളി മഹിള എന്ന പുസ്തകം 1881 അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുപോലെ some of the notable contemporary diasporic writers in Bangla who are widely read in West Bengal and Bangladesh are from the United Kingdom and United States of America. The prominent among them are Ghulam Murshid Abdul Ghaffar Chaudhary from UK. യുകെയിൽ നിന്നുള്ള ഗുലാം മുർഷിദും അബ്ദുൽ ഗഫാറും അതുപോലെ തന്നെ US നിന്നുള്ള ദിലാര ഹസമും അലോലിക മുഗോബദിയും ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ബംഗാളി എഴുത്തുകാരാണ്. പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബംഗാളി ഡയസ്പോറ ഇന്ത്യയുമായി കണക്ട് ചെയ്യുന്നതിന് ഇവരുടെ കൃതികൾ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. കാരണം സിനിമ പോലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ ഒരു ടൂളാണ് ഡയസ്പോറയെ ഹോംലാൻഡുമായി കണക്ട് ചെയ്യപ്പെടുന്ന ലിറ്ററേച്ചർ എന്ന് പറയുന്നത്.
Now we are discussing the writing Telugu from the Indian diaspora. Indian diaspora ഏറ്റവും ശക്തമായ ഒരു എഴുത്ത് വിഭാഗമാണ് തെലുങ്കു diaspora. Though Telugu is spoken primarily in Andhra Pradesh and the Telangana states, parts of Tamil Nadu, Maharashtra, Karnataka, Orissa and Jharkhand. തെലുങ്ക് പ്രധാനമായിട്ട് സംസാരിക്കുന്ന ആന്ധ്രാപ്രദേശ് തെലങ്കാനയിലാണ്. അതിന്റെ സമീപ സംസ്ഥാനങ്ങൾ തെലുങ്ക് സംസാരിക്കുന്നുണ്ട്. The Telugu migration overseas dates back to the pre-colonial indentured labor and continues with the post-colonial professional workers with large numbers participating in IT diaspora. For generations, the Telugu have been migrating to different parts of the world such as Burma, Malaysia, Fiji, Mauritius, South Africa, Indonesia, England and USA. ആദ്യമായിട്ട് ഒരു തെലുങ്കു മൈഗ്രേഷൻ സാധ്യമാകുന്നത് പ്രീ കൊളോണിയൽ പീരീഡിൽ അല്ലെങ്കിൽ എന്താണ് ഇൻഡൻജോർഡ് ലേബർ മുഖേനയാണ് ആദ്യമായിട്ട് തെലുങ്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറുന്നത്. ഇന്ന് ഒരു ഇന്ത്യൻ ഡയസ്പോറയിലെ ഏറ്റവും ഒരു പവർഫുൾ ഒരു സെക്ഷനായിട്ട് തെലുങ്ക് ഡയസ്പോറ മാറിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള IT പ്രൊഫഷണൽ ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ്, സയന്റിസ്റ്റ് തുടങ്ങിയ പോസ്റ്റുകളിൽ നിന്നാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് തെലുങ്ക് ഡയസ്പോറ നിൽക്കുന്നുണ്ട്. Members of the Telugu diaspora gather frequently to organize events that help them to promote their culture, language, and more importantly, provide a platform for second generation to understand their roots. ഒരു തെലുങ്ക് കമ്മ്യൂണിറ്റിയുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ തെലുങ്ക് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ അവർ പലപ്പോഴും എന്താണ് അവർക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ തെലുങ്കന്മാർ ഒരുമിച്ച് കൂടുകയും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പരസ്പരം പങ്കുവെക്കുകയും പ്രത്യേകിച്ച് ഈ ഒരു കൂടിച്ചേരൽ പ്രത്യേകിച്ച് സെക്കൻഡ് ജനറേഷൻ തെലുങ്ക് കമ്മ്യൂണിറ്റിക്ക് തങ്ങളുടെ ഹോംലാൻഡിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കൊടുക്കുന്നുണ്ട്. In the last 20 years, the foundation has brought out by 40 publications, including 11 volumes of American Telugu Kadhanika. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 11 വോളിയത്തിലുള്ള അമേരിക്കൻ തെലുങ്ക് കഥാനിക പുറത്തു വരികയുണ്ടായി. ഇതെന്താണ്? A collection of Telugu short stories written by various writers living in America and around the globe, edited by Pemma Raju Venugopal Rao. America Illalu by Chimmada Kamala, America Lakshapambi Vangur Chittanraji, The Metroposmi by Veluri Venkatesha Rao and many others. ഇത്രയും പ്രധാനപ്പെട്ട പല എഴുത്തുകാരും പല തെലുങ്ക് എഴുത്തുകാരും തെലുങ്ക് സാഹിത്യത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് പങ്കുവഹിക്കുന്ന തെലുങ്ക് ഡയസ്പോറയെ അവരുടെ ഹോംലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്ന നിർണായകമായിട്ടുള്ള പങ്കാണ് ഇവിടെ എഴുത്തുകൾ വഹിച്ചിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും പെമ്മരാജു വേണുഗോപാൽ റാവു, അതുപോലെ ചിമ്മന്ത കമല, അമേരിക്കയിലെ ലക്ഷ്മപ്രഭി, വെങ്കുരി ചിത്തരാജ് തുടങ്ങിയെല്ലാം ഏറ്റവും ഒരു തെലുങ്ക് ഡയസ്പോറ റൈറ്റിംഗിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്കോളേഴ്സും എഴുത്തുകാരുമാണ്. മറ്റൊരു ഇതാണ് റൈറ്റിംഗ് ഗുജറാത്തി ഫ്രം ഡയസ്പോറ. നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഏറ്റവും പവർഫുൾ ആയ ഡയസ്പോറയാണ് ഗുജറാത്തി ഡയസ്പോറ. അപ്പൊ അവർക്കിടയിൽ ലിറ്ററേച്ചറും അത്യാവശ്യം പവർഫുൾ ആയിട്ട് നിലകൊണ്ടിട്ടുണ്ട്. We can see Gujarati diaspora in around 44 countries and constitute 1/3 of the population of the Indian diaspora. ഇന്ത്യൻ ഡയസ്പോറയുടെ 1/3 ഭാഗമായിട്ടാണ് ഗുജറാത്തി ഡയസ്പോറ കാണുന്നത്. അതുപോലെ തന്നെ 44 കൺട്രികളിൽ നിന്നാണ് ഗുജറാത്തി ഡയസ്പോറ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. The Brennan says that the early part of the 20th century showed the emergence of Gujarati newspapers in East Africa and South Africa, focusing mainly on nationalistic feeling among the diaspora. അതായത് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ നിന്ന് ഈസ്റ്റ് ആഫ്രിക്കയിലും സൗത്ത് ആഫ്രിക്കയിലേക്കാണ് ഗുജറാത്തി പത്രങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാണ്. പ്രത്യേകിച്ച് ഈ ഗുജറാത്തിലെ പത്രങ്ങൾ പലപ്പോഴും ഒരു ഹോംലാൻഡേയും ഹോസ്റ്റ്ലാൻഡേയും കണക്ട് ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. Indian Opinion, a newspaper started by Mahatma Gandhi and others in 1903. നമുക്കറിയാം 1903 ദക്ഷിണാഫ്രിക്കയിൽ മഹാത്മാഗാന്ധി സ്ഥാപിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. The worked towards the bringing various Gujarati as well as Indian communities together. The newspaper provided a platform to diaspora to voice their feelings against the British imperialist rule in India. പലപ്പോഴും ഇവർ വ്യക്തമായിട്ട് ആളുകളെ ഒന്നിപ്പിക്കുന്നതിന് ഈ പത്രങ്ങൾ നിർണായകമായ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മഹാത്മാഗാന്ധി തുടങ്ങി വെച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലെ സൗത്ത് ആഫ്രിക്കയിലെ കർഷകരുടെ അവസ്ഥ ദയനീയമായ കർഷകരെ ഒരുമിച്ച് കൂട്ടുന്നതെല്ലാം ഈ ന്യൂസ് പേപ്പർ വളരെയധികം സഹായകമായിട്ടുണ്ട്. The many other newspapers such as Tegnaic Opinion, Tegnaika Herald and others were published in 1920 and thereafter they promoted nationalist sentiments and the concept of Greater India. അപ്പോൾ ഒരുപാട് പത്രങ്ങൾ ഈസ്റ്റ് ഇന്ത്യ, ഒരുപാട് ഗുജറാത്തി പത്രങ്ങളാണ് ആഫ്രിക്കൻ കൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇവ ഈ ഹോംലാൻഡ് ഹോസ്റ്റലുമായി കണക്ട് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. The Bhanusankar Uddavaji Vyas
is considered to be a pioneer among the Gujarati diaspora writers in UK. യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരനാണ് ഭാനു ശങ്കർ ഒദാവജി വ്യാസ്. ഭാനുശങ്കർ ഒദാവജി വ്യാസ് എന്ന് പറഞ്ഞ ഗുജറാത്തി ഡയസ്പോറ റൈറ്റിംഗ്സിലെ ഏറ്റവും മികച്ചതും ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനാണ്. ഹിസ് നോവൽ Baryu Ekant, The Overflowing Loneliness, had been the series Asmita, a literacy magazine published by Gujarati Literary Academy, UK. It narrates the psychological experience of an old couple who takes shelter in the house of a protagonist novel. വ്യക്തമായിട്ട് ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട നോവലാണിത്. പിന്നെ ഗുജറാത്തി ഭാഷയിലാണ് UK-യിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പലപ്പോഴും ഈ നോവൽ പലപ്പോഴും അവിടുത്തെ ഒരു ഗുജറാത്തി ഡയസ്പോറയെ ഒന്നും കൂടി ഇന്ത്യയുമായിട്ടും അവരുടെ വില്ലേജുമായിട്ടും കണക്ട് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡയസ്പോറ റൈറ്റിംഗ് ഹിന്ദി. ഹിന്ദിയിൽ എന്താണ് ഡയസ്പോറ റൈറ്റിംഗ് എന്നുള്ളത്? Indentured laborers brought Hindi with its various dialects to Mauritius in the 19th century. On 15 March 1909, the Mayalal doctors started publishing a Hindi magazine named Hindustani. The establishment of the Arya Samaj in 1910 boosted instruction in Hindi. Soon more than 150 branches of the evening school, middle school, college, and orphanage named Gaya Singh were opened. In 1916, Hindi Prajarni Sabha was established for Hindi in Mauritius. പലപ്പോഴും ഇന്ത്യക്കാർ ഇവിടുന്ന് ഇൻഡഞ്ചറിൽ പോകുമ്പോൾ അവർ കൂടെ കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ഭാഷയെ ഹിന്ദി അവർ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധി ഹിന്ദിയിലെ മൗറീഷ്യസിനെ കുറിച്ചുള്ള നിരവധി ഗ്രന്ഥങ്ങളും പത്രങ്ങളും എന്താണ് ഹിന്ദി ഭാഷയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ് ഹിന്ദുസ്ഥാനി. 1909 മാർച്ച് 15 തീയതി ഡോക്ടർ മൊയ്നാൽ സ്ഥാപിച്ച ഇതാണ് ഹിന്ദുസ്ഥാനിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ആര്യ സമാജിന്റെ സ്ഥാപനം, അതുപോലെ തന്നെ ഹിന്ദി പ്രചാരണ സഭ 1916 മൗറീഷ്യസിൽ സ്ഥാപിച്ച ഹിന്ദി പ്രചാരണ സഭ എന്താണ് ഒരു ഇന്ത്യ എന്ന ലാംഗ്വേജ് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സബ് മൊഡ്യൂളാണ് ഡയസ്പോറ ആൻഡ് ഐഡന്റിറ്റി, ജെൻഡർ ആൻഡ് ഡയസ്പോറ, റോൾ ഓഫ് പ്രവാസി ഓർഗനൈസേഷൻ. ഡയസ്പോറ ഐഡന്റിറ്റി. എന്താണ് ഐഡന്റിറ്റി? നമുക്കറിയാം ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ വ്യക്തിയെ തിരിച്ചറിയുന്നതാണ് എന്ത് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും എന്താണ് നമ്മുടെ ഒരു മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു മെയിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. പലപ്പോഴും എന്താണ് ഫീമെയിലിന് മൈഗ്രേഷൻ പ്രോസസ്സിൽ വളരെ കുറഞ്ഞ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇന്ത്യൻ ഡയസ്പോറയിൽ ഒരു പാട്രിയാർക്കൽ ആസ്പെക്ട് കാണാൻ പറ്റുന്നതിൽ പലപ്പോഴും ഒരു മെയിൽ ഫേവർ ആയിരുന്നു ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത്. The diaspora community keep a strong connection with the mother culture and retain bonds through the special connectors such as kinship, network, food, habit, clothing. The community strives to retain the collective memory or myth about their original homeland. Their nostalgia for homeland tends to be sharper if the diaspora faces the issues of racism in homeland. പലപ്പോഴും എന്താണ് ഈ ഡയസ്പോറ എന്ന് പറയുന്നത് പലപ്പോഴും ശക്തമായിട്ട് എന്താണ് അവരെന്താണ് ഹോംലാൻഡുമായിട്ട് ബന്ധം സൂക്ഷിച്ചെന്നാണ് നമ്മൾ ആദ്യ പാഠങ്ങളിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായത്. ഈ ഡയസ്പോറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദ പ്രോസസ് ഓഫ് അക്കൾച്ചറൈസേഷൻ. എന്താണ് അക്കൾച്ചറൈസേഷൻ? അക്കൾച്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളുടെ സംസ്കാരം നമ്മൾ സ്വീകരിക്കുന്നതാണ് അക്കൾച്ചറൈസേഷൻ എന്ന് പറയുന്നത്. An important act of migration is the process of acculturation, which can be described in terms of modification of the culture or group of individuals as a result of contact with a different culture. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. എന്താണ് പ്രത്യേകിച്ച് അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ അമേരിക്കയിലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന ആളുകൾ അവരുടെ കൾച്ചറിൽ കോംപ്രമൈസ് ചെയ്ത് ഒരു അമേരിക്കക്കാരൻ നമ്മൾ ശ്രമം നടത്തുമ്പോൾ അവിടുത്തെ കൾച്ചർ സ്വീകരിക്കുന്നവരാണ്. അതാണ് അക്കൾച്ചറിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ കഴിയുന്നത്. ഒരു ഇംഗോഗോസ് പറയുന്നുണ്ട്, അസിമിലേഷൻ ആസ് ദ പ്രോസസ് ഓഫ് റിജക്റ്റിംഗ് വൺസ് ഓൺ കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് അഡോപ്റ്റിംഗ് ദ ഹോസ്റ്റ് ഓർ ഡൊമൈനിക് കൾച്ചർ. ചിലപ്പോൾ ചില ഇങ്ങനെ വിമർശിക്കുകയാണ് സ്വന്തം കൾച്ചർ ഒഴിവാക്കുകയും സമൂഹത്തിൽ കൂടുതൽ സ്വാധീനം ചെലുന്ന കൾച്ചർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന ഒരു വിമർശനം പലപ്പോഴും പറയാറുണ്ട്. ഇന്ത്യൻ ഡയസ്പോറയിൽ വ്യക്തമാണ്. ചില ആളുകൾ തന്നെ പരസ്യമായിട്ട് ഹോസ്റ്റ്ലാൻഡ് കൾച്ചർ സ്വീകരിക്കും, രഹസ്യമായിട്ട് ഹോംലാൻഡ് കൾച്ചർ സ്വീകരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ ഡയസ്പോറയിൽ. The customs, behavior, and the collective identity of one's own country of origin are replaced with that of the host culture in order to assimilate. അതായത് ഒരു നാട്ടിൽ ജനിച്ച് വളർന്ന വ്യക്തി ആ നാട്ടിൽ തന്നെ സംസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ എവിടെയാണ് എത്തിപ്പെടുന്നത് അവിടുത്തെ സംസ്കാരങ്ങളുമായിട്ട് ഇടചേരുകയും തങ്ങൾ ഇതുവരെ പുലർത്തിയിരുന്ന സംസ്കാരങ്ങൾ എന്താണ് അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ്
പലപ്പോഴും ഒരു അമേരിക്കൻ കോൺഗ്രസിലേക്ക് ബെസ്റ്റ് എക്സാമ്പിൾ, പലപ്പോഴും നമ്മളൊരു അമേരിക്കൻ കോൺഗ്രസിലേക്ക് ഒരു അമേരിക്കക്കാരനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അതിന് ഒരു അമേരിക്കക്കാരനാവാൻ എന്താണ് പലപ്പോഴും അവർ പല കാര്യങ്ങളും അവർ കോംപ്രമൈസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് അവർ ഇതുവരെ മുറുകെ പിടിച്ച അവരുടെ സംസ്കാരം, അവരുടെ ആചാരങ്ങളെല്ലാം എന്താണ് അവർ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഇവോൾവിംഗ് ഐഡന്റിറ്റീസ്. നമുക്കറിയാം ഓരോ ഐഡന്റിറ്റി ഓരോ ആളുകളും തിരിച്ചറിയുന്ന ഒരു ഘടകമുണ്ട്. എങ്ങനെയാണ് ഓരോ തിരിച്ചറിവുകൾ സംഭവിക്കുന്നത്? On arrival, Indian migrants have learned to adapt and negotiate their way through their new lifestyle. നമുക്കറിയാം ഇൻഡൻജർ ലേബറായിട്ട് മറ്റും എത്തിപ്പെട്ട ഇന്ത്യക്കാർ അവർ എത്തിപ്പെട്ട പ്രദേശത്ത് അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ എത്തിപ്പെട്ട സാഹചര്യം വ്യക്തമായി മനസ്സിലാക്കുകയും എങ്ങനെ അവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. In doing so, they experience a range of new emotional experiences. We can therefore state that the act of migration not only entails a shifting from one geocultural location to another, but also shifting the consciousness of the mind view. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്കുള്ള ഒരു ഒരു പറിച്ചു നടൽ മാത്രമല്ല, നമ്മൾ മാനസികപരമായിട്ടുള്ള മാറ്റം കൂടിയാണ്. അതുവരെ നമ്മൾ ജീവിച്ച ഒരു സ്ഥലത്ത് നിന്ന് വിട്ടുപോകുമ്പോൾ നമ്മൾ എന്താണ് പലപ്പോഴും നമ്മുടെ ശരീരം മാത്രമാണ് പോരുന്നത്, മനസ്സെന്താണ് അവിടെ ആയിരിക്കും. പിന്നെ കാലം കൊണ്ട് മനസ്സും ആ പ്രോസസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. As Vijay Agnew explains, the individual living in the diaspora experiences a dynamic tension every day between living here and remembering there. വിജയ് അഗ്ന്യൂ എന്ന സ്കോളർ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം പലപ്പോഴും ഒരു പവർഫുൾ ഡയസ്പോറ കമ്മ്യൂണിറ്റി ഏറ്റവും പ്രശ്നം അവരെപ്പോഴും ഒരു പ്രദേശത്ത് ജീവിക്കും എന്നത് അവരുടെ മനസ്സെന്തായിരിക്കും, അവർ ജീവിക്കുന്നത് അവർ ഹോസ്റ്റ് കൺട്രിയിലായിരിക്കും, പക്ഷെ അവരുടെ മനസ്സെന്തായിരിക്കും എപ്പോഴും അവർ ഹോം കൺട്രിയിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം അനുഭവിച്ച് ജീവിക്കുന്നവരാണ് ഡയസ്പോറ കമ്മ്യൂണിറ്റിയാണ്. അവർ ഉള്ളിനുള്ളിൽ എന്താണ് അവരെപ്പോഴും അവരുടെ നാട് എന്നുള്ള ചിന്തയുണ്ടാവും. എന്നാൽ പുറത്തോ അവർ നിൽക്കുന്ന ഒരു നാട് എന്നുള്ള. അപ്പൊ ഈ രണ്ട് ഐഡന്റിറ്റികളിൽ നിന്നാണ് വല്ലാത്തൊരു പ്രയാസമാണ് ഡയസ്പോറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. An understanding of the formulation of this double consciousness is crucial to any investigation of the diasporic subjectivity. നമ്മൾ ഡയസ്പോറയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾ എന്തൊരു വിഷയം സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു വ്യക്തി ഒരേ സമയം മറ്റൊരു നാട്ടിൽ താമസിക്കുകയും നാട്ടിൽ താമസിക്കുമ്പോൾ തന്നെ എന്താണ് നമ്മൾ വന്ന അവരുടെ ഒറിജിൻ നാടിനെ പറ്റി എന്താണ് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരു ഡബിൾ കോൺഷ്യസ്നെസ് ആണ് അവരെന്താണ് ബാധിക്കുന്നത്. അതായത് അവർ നന്നായിട്ട് അറിയാൻ പറ്റും ഞങ്ങൾ ജീവിക്കുന്നത് മറ്റൊരു നാട്ടിലാണ്, എന്നാലോ ഞങ്ങൾ വന്നത് മറ്റൊരു നാട്ടിൽ നിന്നാണ് എന്നുള്ള ഒരു ചിന്ത അവരെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. Now we are going to discuss the hybridity and hyphenation. The hybridity and hyphenation in an important essay called Cultural Identity and Diaspora. Stuart Hall discussed the issues of diaspora hybridity and the difference with the reference to Afro-Caribbean cultural identities. സ്റ്റുവർട്ട് ഹോൾ എന്നുള്ള ഒരു കൾച്ചറൽ സ്കോളർ എന്നാണ്. അദ്ദേഹത്തിന്റെ കൾച്ചറൽ ഐഡന്റിറ്റി എന്ന ഡയസ്പോറ മുസ്ലിം വ്യക്തമായിട്ട് ഒരു ഡയസ്പോറ ഹൈബ്രിഡിറ്റിയെ പറ്റി പറയുന്നുണ്ട്. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചർ എന്താണ് ഹൈബ്രിഡിറ്റി എന്താണ് ഒന്നിലേറെ സംസ്കാരങ്ങൾ, ഒന്നിലേറെ ഐഡന്റിറ്റി തുടങ്ങിയവ എന്താണ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്, ഹൈബ്രിഡിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. അതിൽ ഒന്നിലേറെ സംസ്കാരങ്ങൾ എന്താണ്ടാകും, ഒന്നിലേറെ ഐഡന്റിറ്റി ഉണ്ടാകും അതിൽ. According to Hall, diaspora identities are those which are constantly producing or reproducing themselves anew through transformation and difference. അതായത് മാറ്റങ്ങളുടെയും വ്യത്യസ്തകളുടെയും എന്താണ് ഒന്നിലധികം ഐഡന്റിറ്റികൾ എന്താണ് പലപ്പോഴും ഈ ഡയസ്പോറ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരേ സമയം ഒരു വ്യക്തി ഇന്ത്യക്കാരനായിരിക്കാം, അറ്റ് സെയിം ടൈം എന്താണ് അദ്ദേഹം ഒരു അമേരിക്കൻ പൗരനായിരിക്കാം, ഇന്ത്യൻ ഡയസ്പോറയുടെ ഭാഗമായിരിക്കാം. വ്യത്യസ്തങ്ങളായ ഐഡന്റിറ്റി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് സ്റ്റുവർട്ട് ഹോൾ വ്യക്തമായി പറയുന്നത്. Insightful analysis of the cultural identities and underlying the complexities and practices can be applied to context of the Indian diaspora as well as. And the Hall points out that the cultural identities are never fixed or complete in any sense. ഒരിക്കലും നമുക്കൊരു കൾച്ചർ ഒരു ഫിക്സ്ഡ് കൾച്ചർ ഇന്ത്യൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്കൊരു ഫിക്സ്ഡ് കൾച്ചറൽ ഐഡന്റിറ്റി ആർക്കും സാധ്യമല്ല. അല്ലാതെ വ്യത്യസ്തങ്ങളായ കൾച്ചറൽ ഐഡന്റിറ്റിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. Another antique term used to the cultural theorists that's the hybridity, which in the context of diaspora refers to a culturally mixed identity. അതായത് ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഐഡന്റിറ്റി, ഒരു ഹൈബ്രിഡ് എന്താണ് ഒന്നിലധികം ഒന്നോ അതിലധികം. ഇപ്പം ഒരു അമേരിക്കക്കാരൻ എന്ന് പറയുക അതേസമയം അതേ അമേരിക്കൻ പൗരനാണ്, അറ്റ് സെയിം ടൈം ഇന്ത്യൻ ഡയസ്പോറയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ആഫ്രിക്കൻ നേഷൻ ആയിരിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസൺ, അവർ ബേസിക്കലി എന്താണ് ഒരു അമേരിക്കൻ പൗരയാണ്, അറ്റ് സെയിം ടൈം എന്താണ്
ഒരു അമേരിക്കൻ ഇന്ത്യൻ ഒറിജിൻ ആണ്, അമേരിക്കൻ ആഫ്രിക്കൻ ഒറിജിൻ ആണ്, ഒരു ഏഷ്യൻ അമേരിക്കൻ ഒറിജിൻ ആണ്. ഇതാണ് സ്റ്റുവർട്ട് ഹോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഒരു ഒറ്റ ഐഡന്റിറ്റി നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയില്ല. നമുക്ക് വ്യത്യസ്തങ്ങളായ ഐഡന്റിറ്റികൾ ഉണ്ടാകും. ഇന്ത്യന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു ഹൈബ്രിഡിറ്റി എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നിൽ കൂടുതൽ കൾച്ചർ എന്താണ് നമ്മൾ അതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ കമല ഹാരിസിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഒരേ സമയം ഒരു അമേരിക്കൻ സിറ്റിസൺ ആണ്, അവർക്ക് ആ ഐഡന്റിറ്റി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താണ് ഒരു ഏഷ്യൻ അമേരിക്കൻ എന്നുള്ള ഐഡന്റിറ്റി ഉണ്ട്, ഒരു ആഫ്രിക്കൻ അമേരിക്കൻ എന്നുള്ള ഐഡന്റിറ്റി ഉണ്ട്, ഒരു ഇന്ത്യൻ അമേരിക്കൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി അവർക്കുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ജെൻഡർ ആൻഡ് ഡയസ്പോറ. നമ്മൾ മുകളിൽ ജസ്റ്റ് പറഞ്ഞു വെച്ച് പലപ്പോഴും എന്താണ് ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത്, പലപ്പോഴും ഇന്ത്യൻ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു മെയിൽ ഫേവേർഡ് മെയിൽ ഡൊമിനേറ്റഡ് പ്രോസസ് ആയിരുന്നു. അത് പലപ്പോഴും ഒരു ഫീമെയിൽ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. While analyzing the history of migration, it was found that as part of the expansion of colonial capitalism, as mass mobility of the Indian men and women moved into colonies to Fiji, Mauritius, Caribbean islands, and South Africa, mainly as indigent labor, as well as large number of passengers Indians to East and South Africa. നമ്മളത് മുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് ഇന്ത്യക്കാർ ഫിജി, മൗറീഷ്യസ്, കരീബിയൻ ഐലൻഡ്, അതായത് സൗത്ത് ആഫ്രിക്ക, മെയിൻലി ഇൻഡിവിജ്വൽ ലേബർ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഭൂരിഭാഗം പോയ ആളുകൾ സ്ത്രീകളായിരുന്നു. സ്ത്രീകളല്ല, പുരുഷന്മാരായിരുന്നു. പുരുഷന്മാരുടെ എണ്ണത്തെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. Predominantly the migration was mainly by males and few females were migrated. After the Second World War, a new Indian diaspora was created in the UK Kingdom as a labor to industries. നമുക്കറിയാം പലപ്പോഴും ഒരു ഇന്ത്യൻ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു മെയിൽ ഡൊമിനേറ്റഡ് മൈഗ്രേഷൻ ആണ്. പലപ്പോഴും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മൈഗ്രേഷൻ റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത പുരുഷന്മാരായിരുന്നു, സ്ത്രീകൾക്കാരായിരുന്നു. എന്നാൽ 1950 ശേഷം, ഇന്ത്യ സ്വതന്ത്രം കിട്ടിയ ശേഷം എന്താണ് ബ്രിട്ടനിലേക്കുള്ള മൈഗ്രേഷൻ എല്ലാം ഒരുപാട് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല 1960 ബ്രെയിൻ ട്രെയിൻ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സയന്റിസ്റ്റുകൾ, മികച്ച പ്രൊഫഷണൽസ് എന്താണ് ഉയർന്ന സാഹചര്യത്തിന് വേണ്ടി അവർ പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ബ്രെയിൻ ട്രെയിൻ ആണല്ലേ. അത്രയും ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശക്തികളെല്ലാം എല്ലാ ഘടകങ്ങളെല്ലാം എന്താണ് പുറത്തെ മറ്റു ശക്തികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. എന്നാണ് പലപ്പോഴും ബ്രെയിൻ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ മൈഗ്രേഷൻ ഫോർ ദ ഓക്യുപേഷൻ ലൈക്ക് നഴ്സിംഗ് ആൻഡ് ഡൊമസ്റ്റിക് ലേബർ വാസ് ഡൊമിനേറ്റഡ് ബൈ ഫീമെയിൽ. പിന്നെന്താണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്കുള്ള ഇമ്പോർട്ടൻസ് ഇവർ വളരെ സഹായകമാകുന്നതാണ്. നഴ്സ്, ഡോക്ടർ തുടങ്ങിയ ഫീൽഡിലേക്ക് ഒത്തിരി ഫീമെയിലുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. The above detailed migration shows that it is a heterogeneous and is a production of complex diasporic gendered identities among the diverse group of India. പലപ്പോഴും നമ്മൾ ഇന്ത്യയുടെ ഏത് ഡൈവേഴ്സ് ഗ്രൂപ്പ് പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു മെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു മെയിൽ ഡൊമിനേറ്റഡ് പ്രോസസ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. Therefore, there is neither a singular diaspora experience nor a singular diaspora gender identity. പലപ്പോഴും ഒരു ജെൻഡർ ഐഡന്റിറ്റി പറയുന്നത് ഒരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ടാണ് പലപ്പോഴും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ കോൺഗ്രസിൽ കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു ഇന്ത്യൻ ഡയസ്പോറയിൽ ഒരു ജെൻഡർ നോഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പാട്രിയാർക്കൽ മനോഭാവം വ്യക്തമായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. According to Herzig, the within traditional fundamentally patriarchal Indian diaspora, gendered identities are regulated by binary system of men and women. The gendered identities are formed through the negotiation of women's to patriarchal expectation. സ്ത്രീ എപ്പോഴും അടങ്ങി കൂടേണ്ടവളാണ്, സ്ത്രീ എപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടവളാണ്, സ്ത്രീ പുറത്തേക്ക് ജോലിക്ക് പോകേണ്ട എന്നുള്ള ഒരു പാട്രിയാർക്കൽ നോഷനാണ് പലപ്പോഴും ഈ മൈഗ്രേഷൻ പ്രോസസ്സിലും ഇന്ത്യൻ ഡയസ്പോറയിലും ഒരു സ്ത്രീ പ്രാതിനിധ്യം കുറയാനും ഒരു ഇന്ത്യൻ ഡയസ്പോറ ഒരു മെയിൽ ഓറിയന്റഡ് ആയി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം. According to Geetanjali Singh Chande, the first generation women migrants are the thrice alienated. The firstly from the country left behind, then from the new host country, then finally from their children. The Geetanjali Singh Chande എന്നുള്ള ഒരു എഴുത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ, അവരൊരു സോഷ്യൽ സ്കോളർ കൂടിയാണ്. അത് ഫസ്റ്റ് ജനറേഷൻ വുമൺ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ഫസ്റ്റ് ജനറേഷൻ ലെവലിൽ മൂന്ന് തരത്തിലാണ് അവര് ആകെ അരികുവൽക്കരിക്കപ്പെട്ടത് അല്ലെങ്കിൽ അവരെ അപമാനിക്കപ്പെട്ടത്. ആദ്യം അവർ എവിടെയാണ് താമസിച്ചത്? ഇന്ത്യയിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സ്റ്റാറ്റസ് അവർക്ക് ഇല്ലായിരുന്നു. പിന്നീട് അവർ മറ്റൊരു നാട്ടിലെത്തി. അവിടെയും അവരുടെ സാഹചര്യം വ്യത്യസ്തമായിരുന്നില്ല. എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത് അതേ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരുന്നു വിദേശ രാജ്യത്ത്. പിന്നെ അവസാന കാലത്ത് അവരുടെ മക്കളെടുത്തായിരുന്നു. മക്കളും പ്രത്യേകിച്ച്
അവർ വലിയൊരു ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തില്ല. The Pascal argued that in course of time, as a woman started to take control of their lives, their identity undergoes a series of change, resulting in a refiguration of self. നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ഒരു മെയിൽ ഫേവർ ആണ്. ഇന്ത്യൻ കോൺഗ്രസിൽ പലപ്പോഴും ഇന്ത്യൻ ഡയസ്പോറയിൽ ശക്തമായ ഒരു പ്രാതിനിധ്യങ്ങളായിട്ട് ഫീമെയിൽ ഡയസ്പോറ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിലനിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. In between us, the second generation of women in the diaspora grows up caught between the two worlds, nurturing traditional values on the one hand and cope with the values of the host, such as the individualism and sexual freedom on the other. The generational conflict is often expressed through mother-daughter relationship, which is common in migrant narratives. അതായത് പ്രധാനമായിട്ടും ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇവരുടെ രണ്ട് താല്പര്യങ്ങൾ എന്തിനും ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ജനറേഷൻ എന്താണ്, ആചാരങ്ങളെ അനുഷ്ഠാനം മുറുകെ പിടിക്കുമ്പോൾ സെക്കൻഡ് ജനറേഷനിൽ ഫ്രീ സെക്സ് പോലുള്ള പ്രീ പാരന്റൽ ഡേറ്റിംഗ് പോലുള്ള പ്രീമേജർ സെക്സ് ഇന്റർകോഴ്സിന് പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേരുടെ ഓറിയന്റേഷൻ രണ്ട് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കൾച്ചറൽ ഗ്യാപ്പ്, ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റ് എന്താണ്, ഫസ്റ്റ് ജനറേഷൻ തങ്ങളുടെ പരമ്പരാഗത ഹോം കൺട്രിയിലെ കൾച്ചറിനെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ, എന്നാൽ ഹോസ്റ്റ് ലാൻഡിൽ എന്താണ് ഒരു വ്യത്യസ്തമായ മോഡേൺ കൾച്ചറിലാണ് അവരുടെ സെക്കൻഡ് ജനറേഷൻ മുറുകെ പിടിക്കുന്നത്. ഇതൊരു വ്യക്തമായ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നു. The sexuality. It is considered that the pure wife was the backbone of the Indian patriarchal family. That she had no freedom even in sexuality. Epics show that the history of the Sita from Ramayana with regard to the migrants, they were considered as migrant wives. ഒരു സെക്ഷുവാലിറ്റിയുടെ കൺസെപ്റ്റ് പോലെ സ്ത്രീകൾക്ക് സെക്ഷുവാലിറ്റി അവർക്ക് യാതൊരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി റിവീൽ ചെയ്യാൻ യാതൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഒരു നല്ല സ്ത്രീ എന്നുള്ള ഒരു ട്രാപ്പിൽ സ്ത്രീകളെ പെടുത്തുകയും നല്ല സ്ത്രീ എന്ന വീട്ടിലിരിക്കുന്ന പുരുഷനെ പൂർണ്ണമായി അനുസരിക്കുന്ന സ്ത്രീ എന്നുള്ള കാഴ്ചപ്പാടാണ് ഇതിൽ കൊണ്ടുവന്നത്. With regard to migrants, they were considered as the migrant wives. പലപ്പോഴും എന്താണ് ഈ മൈഗ്രേഷനിൽ പങ്കെടുത്ത സ്ത്രീകളെ മൈഗ്രന്റ് വൈഫ്സ്, അതായത് പുരുഷന്റെ കൂടെ മാത്രമാണ് സ്ത്രീകളെ വിളിച്ചിട്ടുള്ളത്. പുരുഷന്റെ കൂടെ മാത്രം ഒരു അർത്ഥം പൂർണ്ണമാകുന്ന ഒരു വസ്തുവായിട്ടാണ് അവർ സ്ത്രീകളെ കണ്ടത്. During the time of indentured labor, the women who set out in the Caribbean island included beggars, widows, and prostitutes, as the number of female were less. They were exploited by the fellow laborers and by colonial overseas. എപ്പോഴും ഈ സെക്ഷലായിട്ട് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന വിഭാഗം സ്ത്രീകളാണ് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ ലേബർ കാലത്ത് പോയിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ് അവർ വിധേയമായിട്ടുണ്ട്. ഒരു ഇന്ത്യൻ കോൺഗ്രസ് ഇപ്പോഴും സ്ത്രീകൾക്ക് എന്താണ് സെക്ഷലായിട്ടുള്ള അവിടെ അത് വെളിപ്പെടുത്താൻ ഒരു റൈറ്റ് ഒരു പാട്രിയാർക്കൽ സമൂഹത്തിൽ പാട്രിയാർക്കൽ കുടുംബത്തിൽ ഇല്ല. അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഒരു സീനാണ് എന്താണ് ഒരു സ്ത്രീ നായിക തന്റെ സെക്ഷുവാലിറ്റിയെ പറ്റി വെളിപ്പെടുത്തിയപ്പോഴാണ് അത് നായകന് ആ നായികയോട് വിയോജിപ്പുണ്ടാവുകയും അതുപോലെ തന്നെ എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങുകയും ചെയ്യുന്നത്. അതായത് ഒരു ഇന്ത്യൻ കോൺഗ്രസിൽ പുരുഷൻ പറയുന്നത് കേട്ടു നിൽക്കുക എന്നുള്ളതാണ് സെക്ഷുവാലിറ്റി സ്ത്രീകൾക്കുള്ളത്. സെക്ഷുവാലിറ്റിയെ പറ്റി സ്ത്രീകൾക്ക് എന്താണ് പറഞ്ഞാൽ ഇവരെ മറ്റു രീതിയിൽ സ്ത്രീകളെ മുദ്ര കുത്തുന്ന ഒരു സമീപനമാണ്. അപ്പോ ഒരു ഇന്ത്യൻ ഡയസ്പോറ കോൺടെക്സ്റ്റിലും ഇതിന് വ്യത്യസ്തമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇന്നിന്റെ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഇന്നിന്റെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ കുറച്ചും കൂടി വോയിസ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു കമ്മ്യൂണിറ്റി ക്യൂർ ഡയസ്പോറ ഐഡന്റിറ്റീസ്. From the mid-1980s onwards, the support groups are increasingly giving a voice to the hitherto silenced voice of the gay, lesbian, and transgender community, who are coming to terms with themselves and are beginning to challenge the mainstream conventional patterns of the നമ്മുടെ ക്യൂർ ടീം എന്ന് വിളിക്കുന്നതാണ് നമ്മുടെ ഗേ, ലെസ്ബിയൻ, ട്രാൻസ്ജെൻഡർ തുടങ്ങിയ വിഭാഗങ്ങളെയാണ് നമ്മൾ ഒരു ക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആളുകൾ ഇതിനെതിരെയുള്ള പ്രതിഷേധിക്കാനും ഇതിനെതിരെയൊക്കെ അവർ തന്നെ ആയിരത്തിയോളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. There are also discussing racism encountered from the queer communities. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇവർക്ക് എന്താണ് ഡിസ്ക്രിമിനേഷൻ വന്നുകൊണ്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ ഡയസ്പോറയിൽ ഇപ്പോൾ ഇന്ത്യൻ കോൺഗ്രസിൽ എന്താണ് ഈ ക്യൂർ കമ്മ്യൂണിറ്റി പലപ്പോഴും പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ആയിക്കോട്ടെ മറ്റും ആയിക്കോട്ടെ അവർ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡയസ്പോറിന് വ്യത്യസ്തമായിട്ടൊന്നുമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. In article titled Gay, Lesbian and Bisexual Themes in the Diaspora Literature, Emmanuel Nelson shares how writers of diaspora, born in Indian subcontinent but who have emigrated to the West, have started to express their sexuality with a candor.
അതൊരു പലപ്പോഴും ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ വളർന്ന ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കി കാണുന്നത് ഇമ്മാനുവൽ നെൽസൺ ചോദിക്കുന്നുണ്ട്. അത് പലപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ക്യൂൻ വിഷയം എന്ന് പറഞ്ഞാൽ. പലപ്പോഴും സമൂഹത്തിൽ എന്താണ് അവരുടെ ജെൻഡറിന്റെ പേരിൽ അവരെന്താണ് ഏറ്റവും കൂടുതൽ അരികുവൽക്കരിക്കപ്പെടുന്ന, അവരുടെ ജെൻഡറിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രയാസം വരുന്ന ഒന്നാണെന്ത് ഈ ക്യൂ വിഭാഗം. നമുക്ക് എല്ലാവർക്കും അറിയാം ജെൻഡർ. സെക്സ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലാണ്, അത് ബൈ ബർത്ത് വഴി കിട്ടുന്നതാണ്. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് പ്യൂർലി സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. സമൂഹമാണ് ഒരു വ്യക്തിക്ക് അവരുടെ ജെൻഡർ പതിച്ചു നൽകുന്നത്. എന്നാൽ സെക്സ് എന്ന് പറയുന്നത് അത് ബൈ ബർത്ത് ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പൊ എങ്ങനെയാണ് ഡയസ്പോറ റൈറ്റേഴ്സ് ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിയെ അവർ ഫേസ് ചെയ്യുന്നത്, അവർ എങ്ങനെയാണ് ഒരു ക്യൂർ കമ്മ്യൂണിറ്റി അവർ കാര്യങ്ങൾ നോക്കി കാണുന്നത് എന്നുള്ളതാണ് ഇമ്മാനുവൽ നെൽസൺ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. Immanuel Nelson argued that this could be because their location in North America or Britain offers greater artistic freedom from culturally imposed constraints. He explains how their personal conflicts and political contradictions are generated by their interacting ethno-cultural post-colonial homosexual subjectivities. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗത്തിന് അവർക്ക് സമൂഹത്തിൽ വല്ല സ്കോപ്പും ഉണ്ടോ എന്നുള്ള ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ഡയസ്പോറ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് ഇവിടെ സാഹചര്യം. ഒരു ഡയസ്പോറ ഇന്ത്യൻ ഡയസ്പോറയിൽ എങ്ങനെയാണ് ഈ ഒരു ക്യൂൻ ഈ വിഭാഗത്തെ നോക്കിക്കാണുന്നത്, അവർക്ക് എന്ത് വോയിസ് ആണുള്ളത്, അവരെങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്, അവർക്ക് വേണ്ടി ഇന്ത്യൻ ഡയസ്പോറ എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് ആ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. Dear students, now we are going to the role of പ്രവാസി ഓർഗനൈസേഷൻ. നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള പ്രവാസി ഓർഗനൈസേഷനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ജസ്റ്റ് പഠിക്കുകയുണ്ടായി എന്താണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. International Organization for Migration addresses the issue of trafficking human beings through the project called Prevention and Assistance to Survivors of Trafficking. നമുക്ക് മനുഷ്യക്കടത്ത് അല്ലേ, ഒരു മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് മൈഗ്രേഷൻ. ഇപ്പോൾ അടുത്തില്ല നെടുമ്പാശ്ശേരി മുഖേന മനുഷ്യക്കടത്ത് ഉണ്ടായിട്ടെന്നുള്ള ഒരുപാട് വിവാദങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ എന്താണ് IOM ശക്തമായി ഇടപെടുകയും ദ പ്രിവെൻഷൻ ആൻഡ് അസിസ്റ്റൻസ് ടു സർവൈവേഴ്സ് ഓഫ് ട്രാഫിക്കിംഗ് ഇൻ ദ പാസ്റ്റ് എന്ന് വരുന്ന അവർ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. Two more projects have been developed by namely Greater Implementation of Immoral Traffic Prevention Act for Anti-Trafficking Persons and the Prevention, Protection and Assistance to Survivors of Trafficking Vulnerable Population. ഇനി ഏറ്റവും മികച്ച രണ്ട് പദ്ധതികളാണ് ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഇവയെല്ലാം നിലകൊള്ളുന്നത് ഇന്ത്യയുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യൻ ഡയസ്പോറയ്ക്ക് വേണ്ടിയാണ്. The past means the prevention and assistance to survivors of trafficking project to aim to empower 300 survivors of trafficking through economic rehabilitation. 300ഓളം ഇങ്ങനത്തെ മനുഷ്യക്കടത്തിന് അതിജീവിച്ച ആളുകളെ സാമ്പത്തികമായി അവർ പുനരുജ്ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. This includes the microcredit assistance to set up viable business entrepreneurs and employment opportunities and the capacity building and various training in entrepreneurial and marketing skill. ഇവർക്ക് വ്യക്തങ്ങളായ സാമ്പത്തിക മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഇവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ ആരംഭിക്കുകയാണ്. കാരണം ഇവർ വിദേശ രാജ്യങ്ങൾ അത്രയും ക്രൂരമായിട്ടാണ് വ്യത്യസ്ത പീഡനങ്ങളൊക്കെ ഇരയായി മാറിയിട്ടുള്ളത്. The other important project was the technical cooperation with Ministry of Women and Child Development for assistance to survivors of trafficking and vulnerable population. TCPA seeks to capitalize on the basis that has been created during the implementation of the past project with the Ministry of Women and Child Development. Ministry of Women and Child Development കൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രയാസത്തിൽ നിൽപ്പെടുന്ന സ്ത്രീകൾക്ക് എന്താണ് ഇവർ സഹായം കൊടുക്കാൻ തയ്യാറാണ്. പലപ്പോഴും നമ്മള് ഈ കദ്ദാമ പോലെ സിനിമ കാണിക്കുന്നുണ്ടല്ലോ, വിദേശത്ത് പോയി പലപ്പോഴും അൺസ്കില്ലഡ് ആയിട്ട് ഈ സർവന്റ് വിസിന് പോവുകയും പിന്നീട് അവിടുന്ന് ഇവരെ പല പീഡനങ്ങൾക്കും ഇരയാവുന്ന ഒരു സാഹചര്യം. ഇതുപോലുള്ള സാഹചര്യം തടയാൻ വേണ്ടിയാണ് ഈ ഹ്യൂമൻ ട്രാഫിക് പോലുള്ള സാഹചര്യം തടയാനും അഥവാ ആരെങ്കിലും ഹ്യൂമൻ ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അതിനെ മോചിപ്പിക്കുവാനും അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്ത് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ എന്താണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നാണ് ഇന്ത്യ സെന്റർ ഫോർ മൈഗ്രേഷൻ. In a rapidly globalizing world characterized by mobility of people across the borders, there is a need to bring a strategic dimension to the process of immigration of Indians in searching for employment. ഒരു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ലോകം പുരോഗമന കാലത്ത് പ്രത്യേകിച്ച് മൈഗ്രേഷനൊക്കെ നോക്കുമ്പോൾ
നമ്മൾ അത്യാവശ്യം സാഹചര്യങ്ങളും അവസരങ്ങളും രാജ്യത്തേക്ക് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. Therefore, the ministry set up the India Center for Migration, formerly known as Indian Council for Overseas Employment, as not-for-profit society under the Societies Regulation Act 1860 in July 2008. The center serves as the research think tank to Ministry, External Affairs, Government of India, and all matters related to international migration. ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ എന്ന വിദേശത്തുള്ള നിരവധി സാധ്യതകളെ കുറിച്ച് അവർ ഗവേഷണം നടത്തുകയും അവിടുത്തെ ജോലി സാധ്യതകൾ അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി അതനുസരിച്ച് എന്താണ് അവർ ആളുകളെ ബോധവൽക്കരിക്കുകയും ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. Indian Center for Migration undertakes research and studies on the migration of Indian workers for overseas employment and support informed policy making. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ പോളിസി മേക്കിങ്ങിന് വേണ്ടി അതുപോലെ എന്താണ് ജോലി സാധ്യതകളെ കുറിച്ച് അറിയുന്നതിന് ഇവരെന്താണ് വിദേശ രാജ്യങ്ങളിൽ ഇവർ ഗവേഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി സാധ്യത കണ്ടെത്തുകയും താല്പര്യമുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. Now we are going to discuss on the main functions of Indian Center for Migration. Indian Center for Migration പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഫസ്റ്റ് വൺ ആണ് ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ എ ഡാറ്റാബേസ് ഓൺ എമർജിംഗ് കൺട്രീസ് സെക്ടർ സ്പെസിഫിക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അബ്രോഡ്. അതായത് വിദേശ രാജ്യങ്ങളിൽ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന തൊഴിൽ അവസരങ്ങളെ പറ്റി മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡാറ്റാബേസ് തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിൽ ഏതൊക്കെ തൊഴിലവസരങ്ങളാണ് വരുന്നത്, അത് ഇനി വരാൻ പോകുന്ന തൊഴിലവസരം എങ്ങനെയാണ്, അപ്പൊ അതിനെ പറ്റി വ്യക്തമായിട്ടൊരു ഗവേഷണം നടത്തിയിട്ട് അവരൊരു ഡാറ്റാബേസ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അത് മറ്റൊന്നാണ് ഐഡന്റിഫൈ ലേബർ സപ്ലൈ ഗ്യാപ്സ് ഇൻ ഓവർസീസ് ലേബർ മാർക്കറ്റ് ആൻഡ് സ്കിൽ സെറ്റ്സ് റിക്വയർഡ് ബൈ ഇന്ത്യൻ വർക്കേഴ്സ് ടു ഫിൽ ദോസ് ഗ്യാപ്പ്. അതായത് ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റിൽ ഏത് മേഖലയാണ് തൊഴിലാളികൾ കുറവുള്ളത്, അത് ഏത് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണെന്ന് കണ്ടെത്തിയിട്ട് ഇന്ത്യയിൽ നിന്ന് അതിന് അനുയോജ്യമായ തൊഴിലാളികളെ കണ്ടെത്തി ആ ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റിലെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് സദാസമയം എന്താണ് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള തൊഴിലവസരങ്ങളെ പറ്റി എന്താണ് ഇവർ ബോധവാന്മാരാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ഗവേഷണം നടത്തുകയും ഏത് ഫീൽഡിലുള്ള ആളുകളെയാണ് കുറവുള്ളത് ആ ഫീൽഡ് കണ്ടെത്തുകയും അതിന് തുല്യമായ ആളുകളെ ഇവിടുന്ന് അങ്ങോട്ട് ഇവർ കയറ്റി അയക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഇനീഷ്യേറ്റ് പ്രോഗ്രാംസ് ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് സ്കിൽ അപ്ഗ്രേഡേഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് പ്രൊഫഷണൽ ബോഡീസ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് പ്രൊമോട്ട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അബ്രോഡ്. അതായത് പ്രൈവറ്റ് സെക്ടറിന്റെ സഹായത്തോടു കൂടി ആളുകൾക്ക് ഓരോ നൈപുണ്യ ഡെവലപ്മെന്റ് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയും അതുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പ് നടത്തുകയും ഇവരുടെ സ്കിൽ ഡെവലപ്മെന്റ് പൂർത്തിയാക്കിയിട്ട് അവർക്ക് വിദേശ രാജ്യങ്ങളിൽ അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. കാരണം ഒരു വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് സ്കിൽ ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ട് അതിൽ നിന്ന് ക്വാളിഫൈഡ് ആളുകൾക്ക് വിദേശങ്ങളിലുള്ള സാഹചര്യങ്ങളെ പറ്റി പഠിക്കുകയും അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. മറ്റൊന്നാണ് ഇനീഷ്യേറ്റ് പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ പ്രോഗ്രാം ഫോർ വേരിയസ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വ്യക്തി ഒരു തൊഴിലിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് കുടിയേറുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക ചോദ്യങ്ങൾ ഉണ്ടാവും. കാരണം ഞാൻ ആദ്യമായിട്ട് പോകുന്ന നാടാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ ഒരു പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം വ്യക്തമായിട്ട് അവരുടെ തൊഴിലിനെ പറ്റിയും ആ നാടിനെ പറ്റിയും ആ നാടിന്റെ സംസ്കാരത്തെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇവർ കൊടുക്കുകയും ചെയ്യുന്നു. Initiate and support the study, monitoring and analysis of the trends and the dynamics of international labor market, the problems faced by the immigrant Indian workers in India and abroad, the benchmark, the best practice of the other labor-sending countries and recommend policy strategies. പ്രധാനമായിട്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സ്റ്റഡി, മോണിറ്ററിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ദ ട്രെൻഡ്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റ്. ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളെന്നാണ് ഇവർ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ അതിന് പറ്റിയൊരു ലേബർ മാർക്കറ്റ് അവർ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പവർഫുൾ ആയിട്ടുള്ള മൈഗ്രൻസിനെ കൊടുക്കാൻ സാധ്യമാകുന്ന ലെവലിലുള്ള നൈപുണ്യമുള്ള ലേബേഴ്സിനെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അത് എവിടെയാണ് അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നു അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
The administration need basic welfare support for overseas Indians working, including through institutional arrangements for a welfare fund of the purpose. വ്യക്തമായ വെൽഫെയർ ഫണ്ടോട് കൂടിയുള്ള എന്താണ് ഒരു പ്ലാറ്റ്ഫോം എന്താണ് ഇത്രയും അധികം ഇന്ത്യക്കാർ ഡയസ്പോറയിൽ നിൽക്കുന്ന സാഹചര്യം എന്താണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നു. Dear students, now we are going to discuss what is the main objectives. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, they serve as a think tank to devise and execute medium to long-term strategies for promoting overseas employment in India. അതായത് ഓവർസീസ് എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട ഇവർക്കുള്ള ലോങ് ടേം പ്രോസസ്സിലുള്ള ഒരു ചങ്ങലയായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരു ടെമ്പററി പ്രോസസ് അല്ല, ഒരു ലോങ് ടേം പ്രോസസ് ആയിട്ടുകൊണ്ടാണ് ഇത് നിലകൊള്ളുന്നത്. To regularly monitor, study and analyze the trends in the international labor market as well as strategies of various labor sending and receiving countries. ഇവർ ഇന്റർനാഷണൽ ലേബർ മാർക്കറ്റിലുള്ള ഓരോ മാറ്റങ്ങളും കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. അതെന്താണ്, അവരെ നോക്കി കാണുന്നു. അതിനുള്ള ഓരോ മാറ്റങ്ങളും അവർ അപ്പം എന്താണ് അവർ നോട്ട് ചെയ്യുകയും അതിന്റെ റെഗുലേഷൻ ഇന്ത്യൻ ലേബർ മാർക്കറ്റിൽ അവർ ക്രിയേറ്റ് ചെയ്യുകയും അവർ ഓരോ സാധ്യത മനസ്സിലാക്കുകയും ചെയ്യുന്നു. To project India as a supplier of skilled and trained and qualified workers. അതായത് ഇവരുടെ ശ്രമമാണ്, ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് ഏറ്റവും കഴിവുള്ള ആളുകളെ കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ് നിൽക്കുന്നതാണ് ഇവർ ഇന്ത്യയെ പ്രൊജക്ട് ചെയ്യുന്നത്. To develop and sustain a national strategy to globally competitive as a labor supply. ഒരു ഗ്ലോബൽ ലെവലിൽ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേബർ സപ്ലൈ മാർക്കറ്റായിട്ട് ഇന്ത്യ മാറ്റാൻ ശ്രമിക്കുന്നു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഇതിന്റെ ഇനീഷ്യേറ്റീവ്, ഇവർ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയെന്ന് നോക്കാം. The skill development initiative for potential migrants from northeastern states of India was a project in 8 northeastern states in partnership with International Organization for Migration. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ മൈഗ്രേഷൻ സഹായത്തോടു കൂടി നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്താണ് ഇവർ കൊടുക്കുകയുണ്ടായി. The project has designed to 7 international vocational qualification in hospitality sector for use in India and establish a skill training certification resource center in Guwahati, Assam. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു 2 പ്രൊജക്റ്റാണ് ഇവർ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ട വർക്ക്ഷോപ്പ് നടത്തുന്നു. അതേമാതിരി തന്നെ ഒരു ഇന്റർനാഷണൽ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ വർക്ക്ഷോപ്പും എന്താണ് അത് ബന്ധപ്പെട്ട് ഗുവാഹത്തി ബേസ് ചെയ്തുകൊണ്ടാണ് റിസോഴ്സ് സെന്റർ എല്ലാം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള 2 ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ICMന്റെ. മറ്റു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവാണ് ഡെവലപ്പിംഗ് എ നോളജ് ബേസ് ഫോർ പോളിസി മേക്കിംഗ് ഓൺ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ മൈഗ്രേഷൻ. പ്രൊജക്ട് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ പാർട്ണർഷിപ്പ് വിത്ത് യൂറോപ്യൻ യൂണിയൻ. അതായത് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഒരു ഇന്ത്യയും ഒരു യൂറോപ്പുമാരുടെ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോളിസി മേക്കിങ്ങിൽ ഇവർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഇതുമായിട്ട് ഇവർ ഒരുപാട് ഗവേഷണ പ്രബന്ധനം, പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ മൈഗ്രേഷൻ ബന്ധപ്പെട്ട് they published 10 research papers on migration in the European Union corridor were published. The 4 workshops were held and awareness campaign was undertaken on safe and legal migration in Punjab and the conference was held in Delhi and outcome of the project. ഇതുമായി ബന്ധപ്പെട്ട് 10ഓളം റിസർച്ച് പേപ്പറുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മാത്രമല്ല വ്യക്തമായ ധാരണ കൊടുക്കുകയുണ്ടായി. ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാം, അവരുടെ സാഹചര്യം എന്താണെന്നുള്ള എന്തെല്ലാം ഇവര് പറയുന്നുണ്ട് ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട്. മറ്റൊന്നാണ് എംപവർമെന്റ് ഓഫ് വുമൺ മൈഗ്രന്റ് വർക്കേഴ്സ് ഇൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള സ്ത്രീ കുടിയേറ്റക്കാരുടെ എംപവർമെന്റ്. ICM organized a workshop on migration of domestic workers from India to GCC in collaboration with the UN Women and the Government of Andhra Pradesh in November 2014 in Hyderabad. 2004 പ്രത്യേകിച്ച് ഗൾഫിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് പ്രത്യേക വർക്ക്ഷോപ്പ് കൊടുക്കുകയുണ്ടായി. ഇത് വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്ന സ്ത്രീകളാണ്. അപ്പോൾ ആ എക്സ്പ്ലോയിറ്റേഷൻ കയറാൻ വേണ്ടി എവിടെയൊക്കെ ശ്രദ്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് അവർ കൊടുക്കുകയുണ്ടായി. The labor market assessment of 6 European countries was conducted in 2011 to 12 by ICM in partnership with the International Organization to present a market overview and sectoral opportunities in labor market in a respective country. അതായത് ലേബർ മാർക്കറ്റ് അസസ്മെന്റ് 6 യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായിട്ട് എന്താണ് ലേബർ മാർക്കറ്റ് അസസ്മെന്റ് നടത്തുകയുണ്ടായി.
And the second Employees Conference, the ICM was the knowledge partner of the Ministry of Employees Conference organized in 2013 in Dubai. 2013 ദുബായിൽ വെച്ച് നടത്തിയ കോൺഫറൻസിൽ ICS was the knowledge partner. മിനിസ്ട്രി ഓഫ് എംപ്ലോയീസ് കോൺഫറൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നോളജ് പാർട്ണറായിരുന്നു ICM എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സീനിയർ ഫെലോഷിപ്പ് പ്രോഗ്രാം. എന്താണ് സീനിയർ ഫെലോഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്? Under ICM Senior Fellowship Program, so far the 3 senior fellows have submitted their research on the future of migration from India, policy, strategy, and modes of engagement. The Indian migrants in Myanmar, emerging trends, challenges, and migration, the social remittance as a religion, as the change in dynamics of Kerala Christians. അപ്പോൾ ഇവരെന്താണ് സോഷ്യൽ റിസർച്ച് സ്കോളേഴ്സ് എന്നാണ് ഇവർ ഒരു ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട ഫെലോഷിപ്പാണ് ഇതുവരെ അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ പറഞ്ഞ ഫസ്റ്റ് വൺ ദ ഫ്യൂച്ചർ ഓഫ് മൈഗ്രേഷൻ ഫ്രം ഇന്ത്യ, രണ്ടാമത്തെ മൈഗ്രേഷൻ ഇൻ മ്യാൻമാർ, മൂന്നാമത്തെ സോഷ്യൽ റെമിറ്റൻസ് ആൻഡ് റിലിജൻ. ഈ 3 മേഖലകളിലാണ് റിസർച്ച് നടത്തുന്നതിന് വേണ്ടി ഇവർ പ്രൊപ്പോസൽ സമ്മതിച്ചത്. അതായത് ഇവർക്ക് കീഴിൽ എന്താണ് റിസർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ റിസർച്ച് ലക്ഷ്യം എന്ന് പറയുന്നതാണ് ഇന്ത്യക്കാർക്ക് ഏറ്റവും സുതാര്യമായ ഒരു മൈഗ്രേഷൻ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ദ സ്ട്രെങ്തൻ ആൻഡ് ഹാർമണൈസ് റിസർച്ച് ആൻഡ് ആക്ഷൻ ഓൺ മൈഗ്രേഷൻ ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഷാർമിക്. എന്താണ് ഷാർമിക്? ഷാർമിക് എന്ന സ്ട്രെങ്തൻ ആൻഡ് ഹാർമണൈസ് റിസർച്ച് ആൻഡ് ആക്ഷൻ മൈഗ്രേഷൻ ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ മൈഗ്രേഷൻ എന്താണ് അത് ശക്തിപ്പെടുത്തുക, അവർക്കുള്ള ബന്ധങ്ങൾ ശക്തമാക്കുന്ന ഷാർമിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It started as an initiative of migration and was supported by the Tata Trust. നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ടാറ്റ ട്രസ്റ്റ്. ഒരു കോർപ്പറേറ്റ് ആണ്, പക്ഷെ എന്താണ് സാമൂഹ്യ മൂല്യങ്ങൾ കുറച്ച് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പ് കൂടിയാണ് സോഷ്യൽ ടാറ്റ ട്രസ്റ്റ്. The initiative was anchored by IGIDR in collaboration with CPR, IRSK, NIUA and the Tata Trust Migration Program Partner. ഈ ഷാർമിക് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് പ്രത്യേകിച്ച് ഇവര് മുന്നോട്ട് പോകുന്നത് ടാറ്റ കൺസൾട്ടൻസി, ടാറ്റ ട്രസ്റ്റിനോട് കൂടുന്ന മറ്റുള്ള NIUA, CPR, തുടങ്ങിയവ കൂടെയാണ്. ഒരു പ്രധാനപ്പെട്ട ഈ ഷാർമിക്കിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് ടു ഇംപ്രൂവ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് to extend the nature of migration in India and use of migration as livelihood strategy by outsource the livelihood strategies of migrants, the migrant workers and their families. പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള മൈഗ്രേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, മൈഗ്രേഷൻ അവരുടെ കുടുംബമായിട്ടുള്ള പ്രൊപ്പോർഷൻ മനസ്സിലാക്കുക, ആ മൈഗ്രേഷൻ എത്രത്തോളം ഇന്ത്യൻ സമൂഹത്തെ ബാധിക്കുന്നത് മനസ്സിലാക്കുക, എത്രത്തോളമാണ് മൈഗ്രേഷൻ മറ്റു നാടുകളെ ബാധിക്കുന്നത് തുടങ്ങിയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇതേപോലെ ഗോൾ എന്ന് പറയുന്നത് create a environment for migrants and recognize the contribution of migrants while formulating poverty reduction and employment strategies. Such as evidence-based policy for protection of right of the migrant. പ്രധാനമായിട്ടും എന്താണ് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കുടിയേറ്റ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഒരു മൈഗ്രൻസിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു വ്യക്തി എന്താണ് ഒരു അഭിനന്ദനം അറിയിക്കാത്ത ഏതൊരു വ്യക്തി, കുഞ്ഞു കുട്ടി മുതൽ പ്രായമായ ആളുകൾ വരെ ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്താണ് ഒരു അഭിനന്ദനം അർഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത ആളുകളില്ല. അപ്പൊ പ്രത്യേകിച്ച് എന്താണ് ഇവർക്ക്, അതായത് ഈ ശ്രമിക് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഏറ്റവും പ്രശ്നമാണ് ഒരു കുടിയേറ്റക്കാരന് സ്വതന്ത്രമായുള്ള ഒരു കുടിയേറ്റത്തിനുള്ള സാഹചര്യം ഒരുക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അവരുടെ കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ച് എടുത്തു പറയുക, അവർ അപ്രീഷിയേറ്റ് ചെയ്യുക. നമുക്കറിയാം ഒരു ഇന്ത്യൻ കോൺഗ്രസിൽ ഒരുപാട് പേരെന്താണ് നമുക്കൊരു അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, ഇന്ത്യൻ ഒറിജിൻ. നമ്മൾ ഏതൊരു ബിസിനസ് ഫിയർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ഇന്ത്യക്കാർ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ മൈഗ്രേറ്റ് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മൈഗ്രൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് സജസ്റ്റ് എവിഡൻസ് ബേസ്ഡ് പോളിസി പ്രിസ്ക്രിപ്ഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മൈഗ്രൻസ്. അതായത് മൈഗ്രൻസിന്റെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സജഷൻസ് കൊടുക്കുക. വെറും നമ്മൾ വ്യക്തമായ പഠനം നടത്തിയിട്ട് മാത്രം അതിന് റിസൾട്ട് കൊടുക്കുക. അതല്ലാതെ വെറുതെ ഉള്ള ഒരു അസംഷനോ അല്ലെങ്കിൽ ഒരു പത്ര റീഡിങ്സോ ആവാതെ വ്യക്തമായ റിസർച്ചിൽ മാത്രം എന്താണ് ഇവർക്ക് വേണ്ട സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. ഇതിനാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിഷാമിക്ക് അവർ ഉയർന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന്, വാട്ട് ആർ ദ ലീഗൽ ആൻഡ് സ്ട്രക്ചറൽ ഇംപ്ലിമെന്റ്സ് ഓഫ് മൈഗ്രൻസ്. എന്താണ് നിയമപരമായിട്ടും ഘടനാപരമായിട്ടുള്ള മൈഗ്രൻസിന്റെ അവസ്ഥ, സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണത്. രണ്ടാമത്തെ, ഹൗ എഫക്റ്റീവ് ഈസ് മൈഗ്രേഷൻ ആസ് ലിവ്ലിഹുഡ് സ്ട്രാറ്റജി. ഒരു ലിവ്ലിഹുഡ്, ഒരു ജീവിത മാർഗം എന്നതിലേക്ക് മൈഗ്രേഷൻ എത്രത്തോളമാണ് സക്സസ് ആവുന്നത്.
അതായത് മൈഗ്രേഷൻ ഒരു സക്സസ്ഫുൾ ഒരു ലിവ്ലിഹുഡ് സ്ട്രാറ്റജി കണക്കാക്കാൻ പറ്റും. അത് വലിയ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അതിനൊരു ആൻസർ വളരെ കറക്റ്റാണ്. മൈഗ്രേഷൻ എത്രത്തോളം ലോകത്ത് വ്യാപകമായ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ലിവ്ലിഹുഡ് സ്ട്രാറ്റജി, മൈഗ്രേഷൻ ഒരു സക്സസ്ഫുൾ ലിവ്ലിഹുഡ് സ്ട്രാറ്റജി ആയതുകൊണ്ടാണ് ഇത്രത്തോളം എന്താണ് മൈഗ്രേഷൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് പടർന്നു പന്തലിക്കുകയും ഇന്ത്യൻ ഡയസ്പോറ ഏറ്റവും പവർഫുൾ ഡയസ്പോറയുടെ ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത്. മറ്റൊരു ചോദ്യമാണ് given that India is becoming increasingly urban, what is the nature of urban livelihood and what determines the ability of migrants to access livelihood? അതായത് എന്താണ് ഇന്ത്യ, പ്രത്യേകിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ മഹാത്മാഗാന്ധി പറയുന്നതാണ് എന്താണ് ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ വില്ലേജ്, ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ ഹൃദയം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പൊ എന്താണ് ഒരു അർബൻ നാച്ചുറലായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു അർബൻ സിറ്റിയുടെ സ്വഭാവം എങ്ങനെയാണ്? And what determines the ability of migrants to access livelihood? Okay, അത് എങ്ങനെയാണ് മൈഗ്രൻസിനാണ് ഒരു മൈഗ്രേഷൻ ഒരു ലിവ്ലിഹുഡായി സ്വീകരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഷാർമിക് എന്നൊരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ്. Now we are going to discuss what is the distinctive elements of ഷാർമിക്. The survey instruments designed through the discursive process in order to build a body of knowledge which would find acceptance among the academy and NGO. പ്രധാനമായിട്ടും എന്താണ് ഇപ്പോൾ നമുക്കറിയാം മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട സർവേ എന്നുള്ളത് അത്യാവശ്യമാക്കുന്നത്. സർവേക്ക് ഉപയോഗിക്കുന്ന ടൂൾസുകളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് സർവേ മെത്തേഡുകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട സർവേ ഇൻസ്ട്രുമെന്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനെയർ ആകാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ ആകാം, ഇതുപോലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. മറ്റൊന്നാണ് academic partner work with the NGO to incorporate in their information and guidance to jointly design survey instrument that seeks to address the key question of interest. അതായത് NGO-കളുമായിട്ടും മറ്റു പ്രൈവറ്റ് സെക്ടറുമായിട്ടും ഇവരെന്താണ് അക്കാദമിയ പാർട്ട്നേഴ്സ് ആയിട്ട് ചേരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവരിലുള്ള ഈ തൊഴിലാളികളെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടാൻ, അറ്റ് ദ സെയിം ടൈം എന്താണ് ഇവരുടെ താല്പര്യങ്ങൾ, ആളുകളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാനും, അപ്പോൾ ഈ പറയുന്ന NGO ഇവർക്കുള്ള ജനങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അതിലേക്കാണ് മനസ്സിലാക്കാനെല്ലാം എന്താണ് ഇവർ ശ്രമിക്കുന്നുണ്ട്. And the third distinctive element of ഷാർമിക് is the academic partners acquire a better understanding of the actual experience of migrant, and NGO partners would be able to better appreciate the role and the nature of research methods of academic practice. അക്കാദമിക് പ്രാക്ടീസിന് വേണ്ടി മികച്ച മെത്തേഡുകൾ ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ എന്താണ് academic practice acquire a better understanding of the actual experience of migrants. ഇവർക്ക് എന്താണ് മൈഗ്രൻസിനെ കുറിച്ച് ഒരു ആക്ച്വൽ എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതിന് ഉതകുന്ന തരത്തിലുള്ള, അതിന് വേണ്ട തരത്തിലുള്ള ഒരു റിസർച്ച് മറ്റു കാര്യങ്ങളുമായിട്ടാണ് ഷാർമിക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡയസ്പോറ ആൻഡ് മദർലാൻഡ് യൂണിറ്റിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഹോം എന്നുള്ള കാഴ്ചപ്പാട് എത്രത്തോളമാണ് ഡയസ്പോറ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അത് എത്രത്തോളമാണ് ഈ ഹോം ലാൻഡിനെയും ഹോസ്റ്റലിനെയും കണക്ട് ചെയ്യുന്നതിൽ ഹോം എന്നുള്ള കാഴ്ചപ്പാട് എത്രത്തോളമാണ് അതിന്റെ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. ഹോം ലാൻഡിനെയും ഹോസ്റ്റലിനെയും കണക്ട് ചെയ്യുന്നതിൽ ഹോം എന്നുള്ള കാഴ്ചപ്പാടിന് വളരെ നിർണായകമാണ്. പലപ്പോഴും ഇതൊരു ഒരു ഇമാജിനറി ആസ്പെക്ട് ആയിട്ടാണ് ഹോമിനെ കാണുന്നത്, ഒരു മിത്തായിട്ടാണ് കാണുന്നത്. പലപ്പോഴും അവർക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും എന്താ നടക്കാത്ത ഒന്നിനാണ് ഹോം മാറുന്നത്. പക്ഷേ ഈ ഹോം എന്നുള്ള കാഴ്ചപ്പാട് ഡയസ്പോറ പവർഫുൾ ആയിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. മറ്റൊന്നാണ് സൈബർ സ്പേസ്. എത്രത്തോളമാണ് ഇന്ത്യൻ ഡയസ്പോറ പരസ്പരം നെറ്റ്വർക്ക് ആകുന്ന സൈബർ സ്പേസ് എത്രത്തോളമാണ് ഇമ്പോർട്ടന്റ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ ഫിലിംസ്, എത്രത്തോളമാണ് ഫിലിംസ് ഇന്ത്യൻ ഡയസ്പോറയിൽ പ്രധാനപ്പെട്ട കിടക്കുന്നു. അതുപോലെ എഴുത്തുകൾ, ഡയസ്പോറ ലിറ്ററേച്ചർ എത്രത്തോളമാണ് ഡയസ്പോറ പവർഫുൾ ആയി നിൽക്കുന്ന മനസ്സിലാക്കാൻ പറ്റി. മറ്റൊന്നാണ് റോൾ എന്താണ് ജെൻഡർ പ്രൊപ്പോർഷൻ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ജെൻഡർ പ്രൊപ്പോർഷൻ എങ്ങനെയാണ് ഇന്ത്യൻ ഡയസ്പോറ, ഇന്റൻജർ ലേബർ, മൈഗ്രേഷൻ എങ്ങനെയാണ് ജെൻഡർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ റോൾ ഓഫ് പ്രവാസി ഓർഗനൈസേഷൻ എങ്ങനെയാണ് വ്യത്യസ്ത ഓർഗനൈസേഷൻ ഈ മൈഗ്രൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.